السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വ്യക്തിപരമായി എനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ആദർശപരമായ ഒരു ബന്ധത്തിലൂടെ നമ്മളുടെ സഹോദരങ്ങളെ കാണാനും അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അല്പം സംസാരിക്കാനുമൊക്കെ അവസരം ലഭിച്ചത് ഒരു മഹത്തായ ഭാഗ്യമായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, എൻ്റെ വിഷയം വഴിതെറ്റുന്ന ജനത, വഴികാട്ടുന്ന ഇസ്ലാം എന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വഴിതെറ്റുന്ന ജനതയും അതുപോലെ തന്നെ വഴികാട്ടുന്ന ഇസ്ലാമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളത് അല്പം മുമ്പ് നമ്മൾ കേട്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ എടുക്കാൻ, അതേപോലെ തന്നെ ഈ ലോകത്ത് നമ്മളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നിമിഷം വരെ നമ്മെ അലട്ടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായിട്ട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിയെ വിളിച്ചുകൊണ്ട് പറയാം, സ്വർഗം പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. ആദ്യം സ്വർഗം പോയി നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്വർഗം പോയി നോക്കി തിരിച്ചു വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് എന്താ? ആ സ്വർഗത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ആരും അതിൽ പോകാതിരിക്കൂല എന്നാണ്. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ആ സ്വർഗത്തെ പിന്നീട് മക്കാരിഹുകൾ കൊണ്ട് പൊതിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അതായത് പ്രയാസങ്ങൾ കൊണ്ട് സ്വർഗത്തെ പൊതിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ സ്വർഗം പോയി ഒന്ന് നോക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം പോയി നോക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നത്, ആരും ആ സ്വർഗത്തിലേക്ക് കടക്കും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. അത്രമാത്രം പ്രയാസങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ആ പ്രയാസങ്ങളൊക്കെ താണ്ടിക്കൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഒരു വ്യക്തി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ അത്രമാത്രം അധ്വാനിക്കണമെന്നുള്ള വിഷയമാണ് ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത്. അതിനുശേഷം നരകത്തെ കുറിച്ച് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിയോട് നരകം പോയി നോക്കാൻ പറഞ്ഞു. ആ നരകത്തിലേക്ക് പോയി നോക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വന്ന് പറയാ, ആരും ആ നരകത്തിലേക്ക് കടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല എന്ന. അത്രമാത്രം ഭീകരമാണ് ആ നരകം. അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ആരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത നരകത്തിലേക്ക് പോകൂല. എല്ലാവരും പേടിച്ചുകൊണ്ട് നരകത്തെ ഭയന്നു ജീവിക്കും എന്നുള്ളതാണ് ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കിയത്.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഹവാത്തുകൾ കൊണ്ട് നരകത്തെ പൊതിയാൻ വേണ്ടി കൽപ്പിച്ചു, ദേഹേച്ഛകൾ കൊണ്ട് നരകത്തെ പൊതിയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിയോട് പറഞ്ഞു പോയിട്ട് നരകം പോയി നോക്കാൻ. ആ നരകം പോയി നോക്കി തിരിച്ചു വന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, എല്ലാ ആളുകളും നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. സഹോദരങ്ങളെ, നമ്മളിവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നരകത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം ഒരാൾക്കുമില്ല. പക്ഷെ ആ നരകത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മളുടെ സ്വതന്ത്രമായിട്ട് നമുക്കെന്താണോ തോന്നുന്നത് അതിനനുസൃതമായി കൊണ്ട് പ്രവർത്തിച്ച് നരകം വാങ്ങുന്ന ആളുകളാ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് പ്രയാസമുള്ള വിഷയമാണ്. ആ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തിൻ്റെ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിൽ നമ്മളുടെ മേൽ നിയമമാക്കിയിട്ടുള്ളത് എന്ന് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഉത്തരവാദിത്തങ്ങൾ? നമ്മളെ സംബന്ധിച്ച് പല ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അയൽവാസിയോടുണ്ട്, സമൂഹത്തോടുണ്ട്, നമ്മുടെ രാഷ്ട്രത്തോടുണ്ട്. ഇതൊക്കെ നിർവഹിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഷയങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിസുന്ദരമാണ് ഇസ്ലാമി എന്നുള്ളത് ബോധ്യപ്പെടും. അതിൽ നിന്നും വഴിതെറ്റിക്കുന്ന ഒരു ജനത വളരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനും ഒരു ചർച്ച ചെയ്യാൻ ഒരു ഔലവിയാത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഒരു ക്രമമുണ്ട് നമുക്കും. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, അതിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടുംബവും അയൽവാസിയും സമൂഹവും ഇതിൽ നിന്നൊക്കെ യാതൊരു നിലക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രൂപത്തിൽ അതിനെയൊക്കെ നമ്മൾ അവഗണിച്ച രൂപത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരമെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും, ഇസ്ലാം അതിനുള്ള പരിഹാരമാണ് എന്ന്. പക്ഷെ സഹോദരങ്ങളെ, അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ പ്രായോഗികമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു കാര്യം സൂറത്ത് അങ്കബൂത്തിലെ 2-3 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാന്റെ ഒരു ചോദ്യമാണ്, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം, വിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം അവർ പരീക്ഷിക്കപ്പെടാതെ ഫിത്നയിലകപ്പെടാതെ അവർ രക്ഷപ്പെട്ടു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന അള്ളാന്റെ ചോദ്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞവർ ആരാണ് എന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്തിട്ടുണ്ട്. കള്ളം പറയുന്നവരെയും അവൻ അറിയുന്ന. അതായത് ഒരു സമൂഹത്തിൽ ഞങ്ങളിതൊക്കെ വിശ്വസിച്ച തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് മുസ്ലിംകളിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ അള്ളാഹ് പിടികൂടിയിട്ട് ഒന്ന് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാലാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആരാണ് യഥാർത്ഥത്തിൽ കള്ളം പറയുന്ന, നാവ് കൊണ്ട് വിശ്വാസികളാണ് എന്ന് കള്ളം പറയുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് അത് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് അങ്കബൂത്തിലെ 2-3 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു ഏത് കാലത്തായാലും ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായാലും അവരെ പരീക്ഷിക്കും. ആ പരീക്ഷണം ഏതൊക്കെ രൂപത്തിലാണ് കടന്നു വരിക? ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൻ്റെ വിഷയങ്ങളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സൗഹൃദത്തിൻ്റെ വിഷയങ്ങളിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് വിശേഷിച്ച് പറയുകയാണ് എങ്കിൽ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്
ആ കൃത്യമായിട്ടുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യ സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ അഖീദ, നമ്മളുടെ വിശ്വാസം. ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനമാണ്. അതിൽ അസാസുദ്ദീൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ദീനിന്റെ അടിത്തറയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന, നമ്മളൊക്കെ അഭിമാനപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയുന്ന ആ ആദർശമുണ്ടല്ലോ, ആ വിഷയത്തിൽ ആ പരീക്ഷണങ്ങൾ ഏറെ വരിക. അന്നേരം തൗഹീദിന്റെ വക്താവാരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾ ആരാണ് എന്നുള്ളത് ഒരു പരീക്ഷണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കുക, നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സഹകരണത്തോടു കൂടിയിട്ട് ശിർക്കിൻ്റെയും കുഫ്റിൻ്റെയും വക്താക്കളുമായിട്ട് സഹകരിക്കുക. ഇതൊക്കെ മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ചില പ്രവണതകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാച് ഒന്നാമതായിട്ട് വഴിതെറ്റിക്കുന്ന മേഖലയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് വഴിതെറ്റിക്കുന്ന ഒരു മേഖലയാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവനെ തെറ്റിച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരാളെ വഴിതെറ്റിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് എന്ന്. സഹോദരങ്ങളെ, ശൈത്താൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളുടെ ആ ജന്മശത്രുവാണ്. മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുള്ള അവൻ്റെ ശത്രുത, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പിശാചിൻ്റെ 7 കെണികളെക്കുറിച്ച്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് ശൈത്താൻ ഉപയോഗിക്കുന്ന 7 കെണികൾ എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യന്മാരെ വഞ്ചിക്കാൻ വേണ്ടി, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവനെ പിടിച്ചടർത്തിയെടുത്ത് കൊണ്ടുവന്ന് നരകത്തിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കെണി ഏതാ? പിശാച് ഒന്നാമത്തെ കെണി ഒരുക്കുന്നത് ശിർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, ശിർക്കിലകപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് യഥാർത്ഥമായിട്ടുള്ള ആദർശമുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അതിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും അവസ്ഥ എന്താ, നിലവാരം എന്താ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു ചോദിക്കുന്ന അവസ്ഥ നമ്മളുടെ ഇടയിലുണ്ട് എന്നർത്ഥം. വളരെ വിഷമകരമായിട്ടുള്ള ഒരു വിഷയമാണ് അത്. ശൈത്താനിൻ്റെ ഏറ്റവും വലിയ കുതന്ത്രത്തിൽ അകപ്പെട്ടു പോയ ആളുകളാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു അല്ലാത്തവനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിൻ്റെ ആ യുക്തിയെക്കുറിച്ച് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ വക്താവായിട്ട് നടക്കാൻ സാധിക്കും? മഹാനായ യൂനസ് നബി അലൈഹി ഇസ്ലാമിയോട് പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നതാ. നമുക്കൊക്കെ അറിയാം അല്ലേ? എന്താ യൂനസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്? അതായത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനസ് നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തി ഏത് ദുർഘടഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമെന്നാണ്. എന്താ യൂനസ് നബി പ്രാർത്ഥിക്കുന്നത്? അതായത് യൂനസ് നബി അലൈഹി ഇസ്ലാം ഒരു പരീക്ഷണത്തിൽ പെട്ടുകൊണ്ട്, ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല, ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടുകൊണ്ട് കപ്പലിൽ നിന്ന് എടുത്തെറിയപ്പെട്ടപ്പോൾ ഒരു മത്സ്യം വന്നുകൊണ്ട് വിഴുങ്ങി. ആ മത്സ്യത്തിൽ നിന്ന്, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനസ് നബി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹിനോടാ ചോദിക്കുന്നത്. എന്താ ചോദ്യം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ലഫ്ളുകളൊന്ന് നോക്കിയേ. യൂനസ് നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അർത്ഥമൊന്ന് നോക്കിയേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായിക്കൊണ്ട് ആരും തന്നെ ഇല്ല. സുബ്ഹാനക്ക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി, തീർച്ചയായും ഞാൻ, കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി എന്ന അറബി പദങ്ങൾ ഒഴിവാക്കിയിട്ട് മലയാളത്തിൽ അതൊന്ന് പറഞ്ഞു. നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായി ആരും തന്നെ ഇല്ല, നീ എത്രയോ പരിശുദ്ധനാണ്, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി എന്ന. ഇതാ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് എന്നെ സഹായിക്കണേ എന്നുള്ളത്? ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് ഞാനിത് അകപ്പെട്ടിരിക്കുന്നു വലിയൊരു വിഷമഘട്ടം, അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഈ പ്രാർത്ഥനയുടെ പദങ്ങളിൽ എവിടെയാണുള്ളത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ
യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയോ? യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സീഹത്തുൽ ഖബറാണ്, ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ നമ്മുടെ ആവശ്യമില്ല. ആ പ്രസ്താവനയിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട്. പക്ഷെ ആ പ്രസ്താവനയുടെ ലഫ്ളുകളിൽ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ഭാഗമില്ല. നേരെ മറിച്ച് യൂനസ് നബിയുടെ ആവശ്യമാണ് അത്. അതെവിടെയാ ഉള്ളത്? യൂനസ് നബിയുടെ ഹൃദയത്തിലാ ഉള്ളത്. അതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്. നേരെ മറിച്ച് ഒരു പ്രസ്താവന പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതൊരു പ്രസ്താവനയാണ്. സഹോദരങ്ങളെ, ആ പ്രസ്താവന അല്ലാഹു സുബ്ഹാനഹു തആല കേട്ടു. യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല അറിഞ്ഞു. എന്നിട്ട് അതിന് ഉത്തരം നൽകി. യൂനസ് നബി അലൈഹി ഇസ്ലാമിയെ സഹായിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു തആല അർശിന് മുകളിലാണ്. അർശ് എവിടെയാണ്? 7 ആകാശത്തിന് മുകളിലാണ്. 7 ആകാശം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു വ്യാപ്തി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ അള്ളാഹിനെക്കുറിച്ച് പഠിപ്പിച്ചുതരാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. എന്താ? 1 ആകാശത്തേക്ക് 500 വർഷത്തെ വഴി ദൂരമുണ്ട്. 2 ആകാശത്തേക്ക് 500 വർഷത്തെ വഴി ദൂരമുണ്ട്. 3 ആകാശത്തേക്കും 4 ആകാശത്തേക്കും 5ഉം 6ഉം 7ഉം ആകാശങ്ങളിലേക്ക് 500 വർഷത്തെ വഴി ദൂരം വീതമുണ്ട്. അതിന് മുകളിൽ ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്. ആ സമുദ്രത്തിനും അള്ളാഹുവിൻ്റെ അർശിനുമിടയിലുമുണ്ട് 500 വർഷത്തെ വഴി ദൂരം. അള്ളാഹു സുബ്ഹാനഹു തആല അർശിന് മുകളിലാണുള്ളത്. താഴെയുള്ള ആകാശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരിക, താഴെയുള്ള ആകാശത്തെ നാം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്ന്. എങ്ങനെ? താഴെയുള്ള ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളാ സഹോദരങ്ങളെ ഈ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നത്. താഴെയുള്ള ആകാശത്ത് ഇനിയും എത്രയോ ആ താഴെയുള്ള ആകാശത്തിലെ ഭാഗങ്ങൾ കണ്ടെത്താനുണ്ട് ശാസ്ത്രമെന്ന്. നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും എത്രയോ വിശാലമായിട്ട് താഴെയുള്ള ആകാശത്ത് കിടക്കുന്നുണ്ട് എന്ന്. താഴെയുള്ള ആകാശങ്ങളിൽ മാത്രമാണ് ഈ നക്ഷത്ര ലോകമുള്ളത് എന്നർത്ഥം. 2 ആകാശത്തും 3 ആകാശത്തേക്കും അങ്ങനെ 7 വരെയുള്ള ആകാശങ്ങളിലൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ വിളക്കുകൾ കൊണ്ട് അങ്ങനെ അലങ്കരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ അല്ലാഹു സുബ്ഹാനഹു തആല ആഴക്കടലിൻ്റെ അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ യൂനസ് നബി അലൈഹി ഇസ്ലാമിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല അറിയാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് മറുപടി കൊടുക്കുന്നത് എന്നർത്ഥം. ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടൂ എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ് ഈ രൂപത്തിൽ അറിയാൻ സാധിക്കുക, കേൾക്കാൻ സാധിക്കുക, മനസ്സിലാക്കാൻ സാധിക്കുക. ആ അറിവും ആ കഴിവുമൊക്കെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അപരാധമായിട്ടുള്ള ഒരു വിഷയമാണ്, എന്തുമാത്രം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമുദായം ചെയ്യുന്നത് എന്ന് സഹോദരങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. വഴിതെറ്റിക്കാൻ വേണ്ടി ശൈത്താൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മാർഗം അതാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൽ നിന്നും വഴിതെറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ വിഷയമായിട്ട് ശൈത്താൻ എടുക്കുന്നത് അത് ബിദ്അത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുക. എന്താ ബിദ്അത്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് കൃത്യമായി പല ക്ലാസ്സുകളിലൂടെയും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ച് മൂന്നാമതായി കൊണ്ട് ശൈത്താൻ പരിശ്രമിക്കും. അവനെക്കൊണ്ട് കബായിറുകൾ ചെയ്യാൻ വേണ്ടി, വൻപാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശൈത്താൻ പ്രേരിപ്പിക്കും. അതായത് വൻപാപം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ആ ഹറാമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്താൽ അതിന് ഇന്നതാണ് ശിക്ഷ എന്നുള്ളത് പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ. നാളെ പരലോകത്ത് ഇന്ന ശിക്ഷയുണ്ട് അത് ചെയ്താൽ, അല്ലെങ്കിൽ ദുനിയാവിൽ ഇന്ന ശിക്ഷയുണ്ട് ആ കാര്യം ചെയ്താൽ എന്ന് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ കബായിറുകളാണ്, വൻപാപമാണ്. അതേപോലെ തന്നെ അള്ളാഹുവും റസൂലും ലഅനത്ത് ചൊല്ലിയിട്ടുള്ള ശപിച്ചിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ വൻപാപത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നർത്ഥം. വൻപാപം ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം, അതാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ ശിർക്കും ബിദ്അത്തുകളും ചെയ്യാത്ത,
എന്നാൽ വൻപാപങ്ങളെ തൊട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ തൊട്ട് ശൈത്താന് 4ാമത്തെ അടവ് ഉപയോഗിക്കുമെന്നാണ്. അത് സഗായിറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും, ചെറുപാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുമെന്നാണ്. ചെറുപാപങ്ങൾ എന്ന് പറയുന്നത് വൻപാപങ്ങളല്ലാത്തതെല്ലാം ചെറുപാപങ്ങളാണ്. ഹറാമായിട്ടുള്ള വിഷയങ്ങൾ, ഹറാമായിട്ടുള്ള കാര്യം, പക്ഷെ അതിന് ഇന്നതാണ് ശിക്ഷ എന്ന് പഠിപ്പിക്കപ്പെടാത്ത വിഷയങ്ങളാണ്. ആ ചെറുപാപങ്ങൾ നന്മയിലൂടെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന്. സഹോദരങ്ങളെ, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ശിർക്ക് ചെയ്യാത്ത, ബിദ്അത്തുകൾ ചെയ്യാത്ത, കബായിറുകളെ തൊട്ട് പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, സഗായിറുകളെ തൊട്ട് പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ ശൈത്താൻ ഉപയോഗിക്കുന്ന 5ാമത്തെ അടവെന്താണെന്നറിയോ? മുബാഹാത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുമെന്ന്. എന്താ മുബാഹ്? അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ, ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ ബിസിയാക്കി വിടും. ഇന്നൊരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ ടൂറ് പോകുകയാണ് കുറച്ച് ആൾക്കാർ, പിറ്റത്താഴ്ച നമ്മൾ ക്ലാസ്സിന് വിളിച്ചാലോ അപ്പോൾ വേറൊരു സ്ഥലത്തേക്കായിരിക്കും ടൂറ് പോവുക. ടൂർ എന്ന് പറയുന്നത് ഹറാമാണോ? അല്ല. ടൂർ എന്നൊക്കെ പറയുന്നത് മുബാഹായിട്ടുള്ള അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത്തരം അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരം ബിസിയായിക്കൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കുട്ടികളുമായിട്ട്, ഒന്ന് കുടുംബവുമായിട്ട്, അതല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട്, അതല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടമുള്ള ചില ഇടപാടുകൾ ഇങ്ങനെ ബിസിയായിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ആ ആളുകളെ പിശാച് വഞ്ചിക്കുകയാണ് എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങൾ, ഇതും വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്ന വിശ്വാസികളുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അകപ്പെടാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരെ പിശാച് ഉപയോഗിക്കുന്ന 6ാമത്തെ അടവെന്ന് പറയുന്നത് ചില പ്രതിഫലങ്ങൾ അവർക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 സൽക്കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ മുന്തിയ സൽക്കർമ്മങ്ങൾ കിട്ടുന്ന കാര്യങ്ങളെ തൊട്ട് വിസ്മരിപ്പിച്ചുകൊണ്ട് ചെറിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ശൈത്താൻ അവരെ എത്തിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ വലിയ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുത്തിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ പിശാച് അവസാനത്തെ അടവെടുക്കുന്നത്, 7ാമത്തെ അടവ്, അവർക്കെതിരിൽ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് ശത്രുതയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നും. അതായത് ചിലപ്പോൾ ഭാര്യയാകും ഭർത്താവിനോട് വളരെ തഖ്വയോട് കൂടിയിട്ട്, ദീനീനിഷ്ഠയോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകളെ മനംമടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആരോപണങ്ങളും പല പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാക്കി ശത്രുവായിത്തീരുന്ന ഭർത്താക്കന്മാർ, ശത്രുക്കളായിത്തീരുന്ന ഭാര്യമാർ, കുടുംബക്കാർ, വാപ്പയാകാം, ഉമ്മയാകാം, സഹോദരങ്ങളാകാം, വേണ്ടപ്പെട്ട നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ദീനിൻ്റെ പേരിൽ വെറുക്കുകയാണ്. ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? ചില ആളുകൾ ഇതൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് ഇതൊക്കെ ഇട്ടേച്ചു പോകും എന്ന് പിശാച് ധരിക്കുന്നത്. അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചത്, അതായത് പിശാച് ആദ്യമായിട്ട് പരിശ്രമിക്കുന്ന, ഒന്നാമതായിക്കൊണ്ട് ശൈത്താൻ പണിയെടുക്കുന്ന മേഖല ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുഫ്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായി? അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മേഖലകളിൽ പിടികൂടാൻ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പൈശാചികമായിട്ടുള്ള ഇടപെടലാണ് എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ദീനീ പ്രമാണങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട് സഹോദരങ്ങളെ. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു ദീൻ, അത് വളരെ കൃത്യമായിട്ട് ഒന്നും വിട്ടേച്ചു പോകാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും ആ രൂപത്തിൽ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനോട് ഏറെ ശത്രുത വെച്ച ആളുകൾ, ഒരു വർഗം ആളുകൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർ യഹൂദികളാണ്, ജൂതന്മാരായിട്ടുള്ള ആളുകളാണ്. അവരവരുടെ മതത്തിൽ നിന്ന് അതിന് വ്യത്യസ്തമായിക്കൊണ്ട് സ്വീകരിച്ച മതങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കൃത്യമായിട്ട് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ റിസാലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആഖിറത്തിനെ കുറിച്ച് ബോധം വരുത്തിക്കൊണ്ട് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. കുറേ ആളുകൾ അത് സ്വീകരിച്ചു. ഈസാ നബി അലൈഹിസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം സംഭവിച്ചതെന്താ? പൗലോസ് എന്ന് പേരുള്ള, സാവൂൾ എന്ന് പേരുള്ള വ്യക്തി പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമയുടെ ആദർശം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ശരിക്കും മനസ്സിലാക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട്
ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായികളിൽപ്പെട്ട ഹവാരികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ആളുകൾ അതിനെ എതിർത്തു നോക്കി തുടക്കത്തിൽ. പക്ഷേ ഈ വ്യക്തിക്ക് സ്വീകാര്യത ലഭിച്ചു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റി. പിന്നീട് ഏതാണ്ട് 300 വർഷങ്ങൾക്കൊക്കെ ശേഷം സെന്റ് പോൾ പഠിപ്പിച്ച, പൗലോസ് പഠിപ്പിച്ച ആശയം, ത്രിയേകത്വം എന്ന് പറയുന്ന ആശയം, ആ ഒരു മതത്തിൻ്റെ, ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ മതമാണ് എന്നുള്ള രൂപത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഇന്ന് എന്താണ് ആ മതത്തിൻ്റെ സ്ഥിതി? ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ആ ഒരു മതമാണ് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു യഹൂദി പണിയെടുത്തതിൻ്റെ റിസൾട്ടാണ്, ഒരു ജൂതൻ പണിയെടുത്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതത്തിൻ്റെ ആളുകളായിക്കൊണ്ടത് മാറി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഒന്നാമതായിട്ട് സ്പർശിക്കുന്നത് ആദർശ വിഷയമാണ്, അഖീദാപരമായിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയം എൻ്റെ സഹോദരങ്ങളെ ഗൗരവപൂർവ്വം നിങ്ങൾ കേൾക്കണം. എന്താ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിഷയം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ഒരു വിഷയ. ജൂത ക്രിസ്ത്യാനികൾ 71 72 വിഭാഗങ്ങളായതുപോലെ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും. അതിലൊരു വിഭാഗം സ്വർഗത്തിൽ, ബാക്കി 72 നരകത്തിൽ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ് അല്ലേ? ഏതാണ് ആ ഒരു വിഭാഗം? സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഉത്തരമുണ്ട്. നമ്മളൊക്കെ പറയും, ഞാനും എൻ്റെ അസ്ഹാബുകളും നിലകൊണ്ട മാർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഞാനും എൻ്റെ അസ്ഹാബുകൾ നിലകൊണ്ട മാർഗം, ഞാനും എൻ്റെ സഹാബികൾ നിലകൊണ്ട മാർഗം. അതിനുപേക്ഷിച്ച ആളുകൾ 72 കക്ഷികളാണ്, അവർ വഴിപിഴച്ചവരാണ്, അവർ നരകത്തിലേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ ഒന്ന് ചോദിക്കട്ടെ, ആ 72 കക്ഷികൾ ഏതാ? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ വിജയിച്ച കക്ഷികളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ആ 72 കക്ഷികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സംഘടനകളാണോ? മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ തന്നെ 2-3 വിഭാഗങ്ങളുണ്ട്. സമസ്ത എന്ന് പറയുമ്പോൾ തന്നെ EK-ക്കാർ, AP-ക്കാർ, ആനസമസ്ത എന്നൊക്കെ പറയാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്, തബ്ലീഗ് ജമാഅത്തിനുമുണ്ട് ഹമമാത്തി, ഹയാത്തി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ നോർത്ത് ഇന്ത്യയിൽ. അതിലും ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കാറുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ഓർഗനൈസേഷൻ എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സംഘടനകൾ ലോകത്തുണ്ട്. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് സംഘടനകൾ ലോകത്തുണ്ട്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റിയതാണോ ഇങ്ങനെ പറഞ്ഞത് 72 കക്ഷികൾ എന്നുള്ളത്? അങ്ങനെ ഒരു മുസ്ലിം കരുതാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ ഹദീസിനെ തള്ളിക്കളയുന്ന ആളുകളുണ്ട് ഈ കേരളക്കരയിൽ. ഈ ഹദീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകളെ തൗഹീദുള്ള ആളുകളാണ് എന്നും ഒരുപാട് ആളുകളെ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഈ ഹദീസ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ മലയാളക്കരയിൽ രചിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമുള്ള വിഷയമാണ്. തള്ളിക്കളയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട്. എന്താ ഹദീസ്? 72 കക്ഷികൾ ആരാ? സഹോദരങ്ങളെ, അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കക്ഷികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാകണം ആദ്യം. പിന്നെ അതാരാ? ആ 72 കക്ഷികളെക്കുറിച്ച് മുൻകാലങ്ങളിൽ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ആ കക്ഷികൾ? 1, 2, 3 എന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് 72 കക്ഷികളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ തലമുറ തന്നെ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ആദ്യത്തെ തലമുറകൾ തന്നെ കൃത്യമായിട്ട് ആ വ്യതിചലിച്ചു പോയ, വഴിതെറ്റിപ്പോയിട്ടുള്ള കക്ഷികളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വ്യതിയാനങ്ങളിൽ നിന്ന് പുതുതായിട്ടൊന്നുമില്ല ഇന്നത്തെ നമ്മളുടെ ഈ കക്ഷികളിൽ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷികളിൽ എന്തെങ്കിലും തകരാറുകളുണ്ട് എങ്കിൽ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എങ്കിൽ ആ കുഴപ്പങ്ങളൊന്നും പുതിയതല്ല, മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ് എന്നർത്ഥം. ആ 72 കക്ഷികൾ ഉണ്ടായതെങ്ങനെയാ? ആ 72 കക്ഷികൾ ഉണ്ടായതിൻ്റെ ചരിത്രം സഹോദരങ്ങളെ, അവിടെയും 2 ജൂതന്മാരുടെ പേരുകൾ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മുഅ ഫത്താവയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ് സലഫികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും, അതുപോലെ തന്നെ ഏറെക്കുറെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകളും. അതുപോലെ തന്നെ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ അശ്അരി പണ്ഡിതനാണ്.
അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരാണ് സമസ്തയുടെ ആളുകളും അതുപോലെ തന്നെ തബ്ലീഗിന്റെ ആളുകളും. അതേപോലെ തന്നെ ഇബ്നു ഹസം റഹിമഹുല്ല ഈ പണ്ഡിതന്മാരൊക്കെ ആ 72 കക്ഷികളെ കുറിച്ച് പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങൾ, ഇവരൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ അവരെല്ലാം ഉദ്ധരിക്കുന്ന ഹിജറ 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം അവർ ഉദ്ധരിക്കാറുണ്ട്. ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ശരിക്കും മനസ്സിലാക്കണം. എപ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം അൽ മിലൽ വന്നിഹൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം ഷഹറസ്താനിയുടെ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം എന്താ പ്രത്യേകത? ആ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് ഇതേ വിഷയം. മുൻകാലങ്ങളിൽ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ ഇത് മലയാളത്തിലേക്ക് വിശദീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്തിനാ പഠിപ്പിച്ചത്? 72 പിഴച്ചുപോയിട്ടുള്ള കക്ഷികൾ ആരാണ് എന്നും അവരുടെ പിഴവുകൾ എന്താണ് എന്നുള്ളതും പഠിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന പല വ്യതിയാനങ്ങളും എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന മതപരമായിട്ടുള്ള പ്രവണതകളെ നമ്മൾ കാണുമ്പോൾ ഇത് ഇന്ന കക്ഷിയുടേതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ആ 72 കക്ഷികൾ ഉടലെടുത്തത് 2 യഹൂദികൾ പണിയെടുത്തിട്ടുള്ളതായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു സബഹ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള പേരാണ് അല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സബഹ സഹാബികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒന്ന് യഹൂദിയായിരുന്നു. ഒരാൾക്ക് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ഇസ്ലാമിക വൃത്തത്തിൻ്റെ അകത്തേക്ക് കയറി വരാൻ പറ്റും. അങ്ങനെ കയറി വന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഹ അദ്ദേഹം പറയാ, ആദ്യമായിട്ട് ഖലീഫയാകേണ്ട വ്യക്തി അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. വലിയ പ്രശ്നം, വലിയ കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതൊക്കെ തട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞു. പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളുകളെയൊക്കെ ചില രൂപത്തിൽ സംശയത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് കാരണമായി. കുറേ അനുയായികളെ കിട്ടി, കുറേ പ്രശ്നങ്ങളുണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നിടത്തേക്ക് വരെ കുറേ കാര്യങ്ങളെത്തി, വലിയ ഫിത്തനകളുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം ഒരുപാട് പ്രയാസങ്ങളുള്ള കാലഘട്ടമായിരുന്നു. എന്താണ് അതിൻ്റെ റിസൾട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച 72 കക്ഷികളിലെ പകുതി ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ്. ഷിയാക്കളുണ്ടായി, ഖവാരിജുകളുണ്ടായി, ജബരിയാക്കളുണ്ടായി. ഷിയാക്കൾ എത്ര വിഭാഗം ഉണ്ടെന്ന് അറിയാം? 22 കക്ഷികളായി. 72 കക്ഷികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിൽ 22 കക്ഷികൾ ഷിയാക്കളിലാണ്. അതുപോലെ തന്നെ ഖവാരിജികൾ 20 കക്ഷികളാണ്, ജബരിയാക്കളൊന്നും. ഇതൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായതാണ്. ആ ഖവാരിജികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇബാദിയാക്കൾ. ഇന്നൊരു രാജ്യം തന്നെ അവർ ഭരിക്കുന്നുണ്ട്. അറിയോ ഏതാണ്? ഒരു അറബ് രാജ്യം. ഇബാദിയാക്കൾ ഭരിക്കുന്ന ഒരു അറബ് രാജ്യം ഇന്ന് നിലവിൽ ഇന്നുമുണ്ട്, ഒമാൻ. അവർ നമ്മളെ കാണുന്നത് എങ്ങനെയാ? അഹ്ലുസുന്നത്തിൻ്റെ ആളുകളെ കാണുന്നത് ഒരു തരം അഗ്രാഫിൽ നിൽക്കുന്ന ആളുകളെ പോലെയാണ്. നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങളാണ്, എന്നാൽ സ്വർഗത്തിലേക്കുമല്ല നരകത്തിലേക്കുമല്ല. പക്ഷെ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നരകത്തിലാണ് എന്ന്, നമ്മളൊക്കെ നരകത്തിലാണ് എന്നാണ് അവരുടെ വാദം. പക്ഷെ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മളെ മുസ്ലിമായിട്ട് പരിഗണിക്കണമെന്നാണ്. അവർക്കൊക്കെ ഒരുപാട് വഴിപിഴച്ചു പോയിട്ടുള്ള വാദങ്ങളുണ്ട്. ആ വാദഗതികളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലാണ് ചില ആളുകളൊക്കെ ഇത്തരം പിഴച്ചുപോയിട്ടുള്ള കക്ഷികളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആദർശം ഇന്നും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. കുറേ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്, ഞാൻ അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ എത്ര വന്നു? 43 കക്ഷികളായി. 43 കക്ഷികൾ അങ്ങനെയായി. പിന്നെയോ ബാക്കിയുള്ളത് മറ്റൊരു ജൂതൻ പണിയെടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്ത വ്യക്തി ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന വ്യക്തി. ലബീദ് ബിൻ അഅ്സം നമ്മളൊക്കെ കേട്ടിട്ടില്ലേ പല പ്രസംഗങ്ങളിൽ. അദ്ദേഹം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രീക്ക് ഫിലോസഫി അത് കടമെടുത്തുകൊണ്ട്, അവരുടെ ആ തത്വശാസ്ത്രം കടമെടുത്തുകൊണ്ട് ദൈവത്തെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വിശേഷണങ്ങൾ ദൈവത്തിന് യോജിച്ചതല്ല എന്നുള്ള തത്വം പഠിപ്പിക്കുക. ആർക്ക്? അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രി താലൂത്ത് എന്ന് പുത്രൻ താലൂത്തിന്. അതായത് ഈ ലബീദ് ബിൻ അഅ്സമിൻ്റെ സഹോദരിയുടെ പുത്രൻ താലൂത്തിന് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് റെഡിയാക്കിയെടുത്തു. എന്തിനു വേണ്ടി? മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളെയൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. എന്നിട്ട് അയാൾ
അബാൻ ഇബ്നു സംഅം എന്ന് പറയുന്ന വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അബാൻ ഇബ്നു സംഅം എന്നും അയാൻ ഇബ്നു സംഅം എന്നും ഈ രണ്ടു പേരുകളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മുഅ ഫത്താവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം എന്നിട്ട് ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന മുസ്ലിമിന് ഇത് പഠിപ്പിച്ചു. ജഅദ് ബിൻ ദിർഹമാണ് ആദ്യമായിട്ട് മുസ്ലിമുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നത്. ഇതേത് കാലഘട്ടം? താബീങ്ങളുള്ള കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ജഹ്മു ബിൻ സഫ്വാൻ. ഈ ജഹ്മു ബിൻ സഫ്വാനാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു വിഭാഗമായിക്കൊണ്ട് ജഹ്മിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തന്നെ പിറവിയെടുക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിനെ ഗണ്ണിച്ചുകൊണ്ട് മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നു. ബിഷർ സുറൈസി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇബ്നു ദുആദ് എന്ന് പറയുന്ന വ്യക്തി, ഇബ്നു ദുആദിൻ്റെ കാലഘട്ടത്തിലാണ് അബ്ദുറഹ്മാൻ ജസ്സാസിൻ്റെയൊക്കെ കൂടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഖുർആൻ സൃഷ്ടിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഡിബേറ്റുകൾ നടക്കുന്നത്. ഞാൻ ഈ പേരുകളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ കാലഘട്ടത്തിൽ ഉടലെടുത്ത ടീമുകളാണ് ഇതൊക്കെ. ജഹ്മിയാക്കൾ, മുഅ്തസിലിയാക്കൾ, ഖദരിയാക്കൾ, അതുപോലെ തന്നെ അതിൽ നിന്നും പല അവാന്തര വിഭാഗങ്ങൾ, മുർജിയാക്കൾ, ഇങ്ങനെയൊക്കെയുള്ള പല വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഭാഗങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ടുള്ളതാണ് 72 കക്ഷികൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് പല ആളുകൾക്കുമുള്ളൊരു വിഷയമാണ് ഈ ഒരു ആദർശത്തിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇന്ന് പല ആളുകളും നേരിടുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ ഏത് ടീമാണെന്ന് ചോദിച്ചാൽ എന്താ പറയാം? പല ആളുകളും കണ്ടേക്ക് തന്നെ ചോദിക്കും, ഒന്ന് താടി ഒന്നിട്ട് സ്വല്പം നീട്ടിയാൽ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കൽ തുടങ്ങിയാൽ, ചുരിദാറൊക്കെ മാറ്റിയിട്ട് നമ്മൾ പർദ്ദ ഇടുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നാൽ എന്താ ഒരു മാറ്റം? ഏതാ ടീം? മുജാഹിദോ തബ്ലീഗോ സുന്നിയോ എന്നൊക്കെയുള്ള രൂപത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അലോസരമായിക്കൊണ്ട് പല ആളുകളും അതിന് അനുഭവപ്പെട്ട് സംസാരിക്കാറുണ്ട്, ഇല്ലേ? പല ആളുകൾക്കും ഭയങ്കര പ്രയാസം അതുണ്ട് കേൾക്കുമ്പോൾ ഈ ചോദ്യം. ഇക്ക അങ്ങനെയൊന്നുമില്ല, ഞാൻ ഏതാ നല്ലത് അത് എടുക്കും എന്നുള്ളത് ചില ആളുകൾ, കുറേ ആളുകൾ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെന്നല്ല, ഏതാ നല്ലത് അത് ഞാൻ എടുക്കുന്ന. മൂപ്പയാൾക്ക് ഇങ്ങനെ വഹി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നത് നല്ലതാണ് അത് എടുത്തോളി, ഇന്നത് നല്ലതാണ് ഇത് എടുത്തോളി. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷികളെ കുറിച്ചല്ല പഠിക്കേണ്ടത്. നാട്ടിലുള്ള KNM കുറിച്ചോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ തബ്ലീഗിനെ കുറിച്ചോ വിസ്ഡത്തെക്കുറിച്ചോ ഇങ്ങനെ ഏതെങ്കിലും കക്ഷികൾ അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളതല്ല ആദ്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത് മഹത്തുക്കളായിട്ടുള്ള പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, മലയാളക്കരയിൽ തന്നെ പഠിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂരിൻ്റെ അള്ളാഹു എന്ന് പറയുന്ന പുസ്തകം വായിക്കാം. അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീറുകളിൽ അസ്മാ സിഫാത്തിന്റെ വിഷയങ്ങളിൽ വന്ന ആയത്തുകൾ വായിക്കുക. അതേപോലെ തന്നെ KPയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശ്വാസം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള ബാലപാഠങ്ങൾ നമുക്ക് ലഭിക്കും. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ അല്ലല്ലോ ഈ ആളുകൾ പറയുന്നത്, ഈ ആളുകൾ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വേഗം തിരിയുമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പല ആളുകളും കേൾക്കാറുണ്ട്, സംസം വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പോരിശിയെ തള്ളിക്കളയുന്ന ചില ആളുകൾ, പേര് പറയേണ്ട ആവശ്യം വരില്ല, അപ്പം തന്നെ അറിയാം എന്ത് ഇത് മുഅ്തസിലിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ എന്ന്. പഠിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? മുഅ്തസിലിയാക്കളുടെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 72 കക്ഷികൾ നരകത്തിൽ പോകും, ആ ടീമിൽപ്പെട്ടതാണ്, അത് ഏതായാലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഇന്നത്തെ ഒരു സംഘടനയുടെ പേരെടുത്ത് പറയേണ്ട ഒരു ആവശ്യമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. പക്ഷെ നമ്മളത് പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. അത് പഠിക്കാനൊക്കെ ഉള്ള പല ക്ലാസ്സുകളും പല കാര്യങ്ങളും ബഹുമാന്യനായ ഷമീർ മദീനിയെ പോലെയുള്ള അബൂബക്കർ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പല ക്ലാസ്സുകളും ഈ വിഷയത്തിൽ എടുത്തത് നമ്മളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഫോർവേഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ അഖീദയാണ്, വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്നും വഴിതെറ്റിച്ചാലാണ് ശൈത്താൻ ഏറ്റവും എളുപ്പമുണ്ടാകുക. ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങൾ നമ്മൾ പിടുത്തം വിട്ടു തൗഹീദിൽ നിന്ന്. അത് ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കണം, ഞാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകനാണ്, ഞാൻ സലഫിയാണ്. എന്താ കാരണം? ഞങ്ങളുടെ അഖീദ ശരിയാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഏതും നിങ്ങൾക്ക് പരിശോധിക്കുക. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് നിരക്കാത്ത ഒരു അഖീദയും ഞങ്ങൾ പഠിപ്പിക്കില്ല എന്നുള്ളത് പറയാൻ സാധിക്കണമെന്ന്. അവിടെ നമ്മളിങ്ങനെ കിടന്ന്
ഉരുളേണ്ട ഒരാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. പൂർവികരങ്ങനെയാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള മാതൃകയുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ തഫ്സീറുകൾ വായിക്കുമ്പോൾ കേട്ടിട്ടുള്ള പേരായിരിക്കും അത്താ ഇബ്നു അബീ റബാഹ് റഹ്മഹുല്ലാ. ആരാണ് അദ്ദേഹം? സഹോദരങ്ങൾ, അദ്ദേഹം വലിയ പണ്ഡിതനായതായി ബന്ധപ്പെട്ട വിഷയം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കി. അത്താ ഇബ്നു അബീ റബാഹ് ചെറിയ കുട്ടിയാകുമ്പോൾ, ചെറിയ കുട്ടി, ബറക്ക എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയുടെ കുട്ടിയാണ് അത്താ ഇബ്നു അബീ റബാഹ്. എത്യോപ്യക്കാരിയായിട്ടുള്ള ബറക്ക എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയുടെ മകൻ. പക്ഷേ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ. കറുകറുത്ത നിറമാണ്, കണ്ണ് രണ്ടും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, മൂക്കിങ്ങനെ അമങ്ങിയ മൂക്കാണ്, രണ്ട് കൈകൾക്ക് സ്വാധീനമില്ല, ഒരു കാലിന് മുടന്തുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കുട്ടിയുടെ ഒരു രൂപം. അത്രമാത്രം വൈകല്യമുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ചെറിയ പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളൊക്കെ ഓടിപ്പോകും. കാരണം ഈ കുട്ടിയുടെ കൂടെ കൂട്ടുകൂടി കളിക്കാൻ മറ്റുള്ള കുട്ടികൾ ഇഷ്ടപ്പെട്ടില്ല. അത്രയും കാഴ്ചയിൽ ഒരു വിരൂപമുണ്ട്. വളരെ സങ്കടത്തോടു കൂടി ഉമ്മാൻ്റെ അടുക്ക പോയിട്ട് പറയാം, ഉമ്മ, എന്നെ ആരും കളിക്കാൻ കൂട്ടാക്കുന്നില്ല, ഞാനുമായിട്ട് ആരും കളിക്കാൻ തയ്യാറായി വരുന്നില്ല, ഞാൻ പോകുമ്പോഴേക്കും കളിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ഓടിപ്പോകുകയാണ് ഉമ്മ എന്ന് സങ്കടം കൊണ്ട് പറയാം. ആ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ? ആ ഉമ്മ ആ കുട്ടിയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ പോയി ഖുർആൻ പഠിക്ക്, രാജാക്കന്മാർ നിന്റെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കും, ഈ നാട്ടിലുള്ള പ്രജകളൊക്കെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു നാള് കടന്നു വരാനുണ്ട്, അതിന് ഖുർആൻ പോയി പഠിക്കാനാ പറഞ്ഞത്. അത്താ ഇബ്നു അബീ റബാഹിന് ഖുർആൻ പഠിക്കാനുള്ള താല്പര്യം വന്നു ഉമ്മാടെ ആ വർത്താനത്തിൽ. എന്നിട്ട് അവരുടെ യജമാന സ്ത്രീ അവരതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. 30 വർഷത്തോളം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലിരുന്ന് ഖുർആൻ പഠിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യനായിട്ട് മാറി അത്താ ഇബ്നു അബീ റബാഹ്. പിന്നെ നമ്മൾ ചരിത്രം കാണുന്നത് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് രാജാവ്, അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്ത് അഹ്കാമുകൾ, വിധികൾ പുറപ്പെടുവിക്കുന്ന പണ്ഡിതനായിട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയത് അത്താഹിനെയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്നത്തെ കാലത്തൊക്കെ ഫത്വ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വാട്സപ്പിലൂടെ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് മറുപടി കിട്ടും, അല്ലേ? ഏതാളുകളും ഫത്വകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട് എങ്കിൽ അവർ നിശ്ചയിക്കുന്ന പണ്ഡിതന്മാരാണ് ഫത്വ കൊടുക്കേണ്ടത്. അപ്പോൾ ഹജ്ജിനും മറ്റുമൊക്കെ പോകുന്ന വിഷയങ്ങളിൽ പ്രത്യേകമായിട്ട് അതിൻ്റെ അഹ്കാമുകൾ പഠിപ്പിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് ആർക്കാ? അത്താ ഇബ്നു അബീ റബാഹിനാണ്. ഉമ്മ മുമ്പ് പറഞ്ഞതുപോലെയുള്ള സംഭവം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സിയർ അലാമുൻ നുബലായിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്താ സംഭവം? രാജാവ് 2 മക്കളും കൂടിയിട്ട് അത്താഹിൻ്റെ വീട്ടിലേക്ക് വരാം. അത്താഹ് അന്നും അടിമയാണ്. ആ അടിമയായിട്ടുള്ള ആ വലിയ പണ്ഡിതനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി വന്നേക്കാം. എന്താണ് അതിൻ്റെ മതവിധി? രാജാവും 2 മക്കളും വരുമ്പോഴേ അവരും ക്യൂ നിൽക്കുക. ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 മക്കൾ പറയാ, കിഴക്കും പടിഞ്ഞാറും ഭരിക്കുന്ന രാജാവാണ് അങ്ങ്, നിങ്ങളൊന്ന് വിളിച്ചാൽ വീട്ടിലേക്ക് വരും ഇയാൾ. നമ്മൾ എന്തിനിങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ഇത് പഠിക്കണം? നമ്മൾ എന്തിനിങ്ങനെ ഒരു അടിമയുടെ വീട്ടിലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നിൽക്കണം എന്നുള്ള രൂപത്തിൽ സങ്കടം പറഞ്ഞപ്പോൾ ആ ബാപ്പ, രാജാവായിട്ടുള്ള ആ ബാപ്പ 2 മക്കളോട് പറഞ്ഞത് എന്താ? ഒരു ഇൽമ് അന്വേഷിച്ചു പോകുന്ന വിഷയത്തിൽ, അറിവ് നേടുന്നൊരു വിഷയത്തിൽ ഒരു ലജ്ജയും ഒരു മടിയും കാണിക്കരുത് എന്ന്. ഒരു അടിമയുടെ അടുക്കൽ വന്നുകൊണ്ട് പഠിക്കേണ്ടി വരുന്ന ഒരു നിന്ദ്യത അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ ആ വിഷയത്തിൽ ഒരു ലജ്ജയും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഉപദേശിച്ച സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് രാജാവിന് ചരിത്രം പറഞ്ഞു തരിക. അപ്പം എന്തുമാത്രം പണ്ഡിതനായിരിക്കും അദ്ദേഹം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത്താ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്നത് ഇന്ന് തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ അത്താഹിൻ്റെ പേരില്ലാതെ നമുക്ക് ഒരു തഫ്സീറും വായിക്കാൻ സാധിക്കില്ല. അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ ഇങ്ങനെ എടുത്തു നോക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ അത്താഹ് എന്നിങ്ങനെ പറഞ്ഞു പോണത് കാണാൻ സാധിക്കും. ആ അത്താ ഇബ്നു അബീ റബാഹിനെ കാണാൻ ഇമാം അബൂ ഹനീഫ വരുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ നമുക്ക്. അത് പറയാനപ്പോൾ ഞാൻ ഈ വിഷയം ഉദ്ധരിച്ചത്. ഇമാം അബൂ ഹനീഫ അത്താ ഇബ്നു അബീ റബാഹിനെ കാണാൻ വേണ്ടിയിട്ട് വരിക. എവിടുന്നാണ് വരുന്നത്? കൂഫയിൽ നിന്നാണ് വരുന്നത്. ഇദ്ദേഹം എവിടെയാ? മക്കയിലാണ്. അങ്ങനെ കൂഫയിൽ നിന്ന് 2 പേരും കണ്ടുമുട്ടി. ഞാൻ
അത്തായിനെ കാണാൻ വേണ്ടിയിട്ട് കൂഫയിൽ നിന്ന് ഞാൻ ദൂരെ നിന്ന് വരികയാണ് എന്ന് ഇമാം അബു ഹനീഫ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത് എന്ന്. എന്താ അത്താഹിൻ്റെ തിരിച്ചുള്ള പ്രതികരണം? ഒരുപാട് കക്ഷികൾ ഉടലെടുത്തിട്ടുള്ള സ്ഥലമാണല്ലോ അത്, നിങ്ങളേതാ കക്ഷി എന്ന്. നമുക്കൊന്നും ഇഷ്ടമില്ലാത്ത ചോദ്യം. ഒരുപാട് കക്ഷികൾ ഉടലെടുത്തിട്ടുള്ള സ്ഥലമാണ് അത്. ആ കക്ഷികളിൽ നിങ്ങൾ ഏത് ടീമിൽപ്പെട്ടതാണ് എന്നാണ് ഇമാം അബു ഹനീഫയോട് ചോദിക്കുന്നത്. നമ്മൾ ഇഷ്ടമില്ലാത്ത ചോദ്യം. ഏതാ, മുജാഹിദ, സുന്യ? ഇനി മുജാഹിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്റ്റാണോ, അതല്ലെങ്കിൽ ഇന്നതാണോ, KNM ആണോ, മർക്കസുദ്ദാവയാണോ, ഇനി സംഘടന പാടില്ല എന്ന് പറയുന്നവരാണോ? ഈ ചോദ്യം കേൾക്കുമ്പോഴേ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ശ്രമിക്കുക. എന്താ ഇമാം അബു ഹനീഫ റഹിമഹുള്ള മറുപടി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് ശരിയാണ് എന്ന് തോന്നുന്നതൊക്കെ ഞാൻ സ്വീകരിക്കും എന്നല്ല പറഞ്ഞത്. ഇന്ന് പല ആളുകളുടെയും മറുപടി അങ്ങനെയാണല്ലോ. ഇമാം അബു ഹനീഫ റഹിമഹുള്ള അവിടെ പറഞ്ഞ മറുപടി, ഞാൻ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളിൽപ്പെട്ടവനല്ല, ഞാൻ സലഫുകളെ ആക്ഷേപിക്കുന്ന ആളുകളിൽപ്പെട്ടവനല്ല, ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ, കബായിറുകളായിട്ടുള്ള വൻപാപങ്ങൾ ചെയ്യുമ്പോൾ അവരെ കാഫറായി മുദ്രകുത്തുന്ന ആളുകളിൽപ്പെട്ടവനല്ല എന്ന 3 കാര്യമാണ് പറഞ്ഞത്. എൻ്റെ 3 കാര്യം പറയാൻ കാരണം, അന്നത്തെ 3 കക്ഷികൾ അതാ. ഒന്ന് ഖദരിയാക്കളാ, ഖദറിനെ നിഷേധിക്കുന്ന ടീമാണ് അവർ. അപ്പം ആ ടീമിൽപ്പെട്ടവനല്ല ഞാൻ എന്ന് അയാൾ പറഞ്ഞു, ഇമാം അബു ഹനീഫ റഹിമഹുള്ള പറഞ്ഞു. രണ്ടാമത്തത്, സലഫുകൾ ആക്ഷേപിക്കുന്നവരാരാ? ഷിയാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ മുശ്രിക്കുകളായിട്ട് മുദ്രകുത്തിയ കാഫിറുകളാണ് എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അതുപോലെ തന്നെ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ ഇതുപോലെയുള്ള വലിയ വലിയ സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ശിർക്ക് ചെയ്തു പോയി, മുശ്രിക്കായി പോയി, മരണപ്പെട്ടു പോയി. മാത്രമല്ല അവരൊക്കെ ലഅനത്ത് ചൊല്ലി ആക്ഷേപിക്കുന്ന പതിവുള്ള ആളുകൾ, ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ലാ തസുബ്ബു സ്വഹാബി, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളെ ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത് എന്ന്. അപ്പോൾ ഷിയാക്കളുടെ സ്വഭാവമാണ് ഇത്. ആ ഷിയാക്കളിൽ പെട്ടവനല്ല ഞാൻ എന്നാണ് ഇമാം അബു ഹനീഫ റഹിമഹുള്ള അവിടെ പറയുന്നത്. പിന്നെ മൂന്നാമത്തതോ, ഖവാരിജുകളെ കുറിച്ചാണ്. അതായത് വൻപാപങ്ങളൊക്കെ ചെയ്യുന്ന, തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ മുഅ്മിനുകളല്ല. അവരുടെ ഈമാൻ എന്താണ്? അവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. ഈമാൻ എന്ന് പറയുന്നത് കൂടുകയും കുറയുകയും ചെയ്യും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന അഖീദയാണ് അത്. ഈമാൻ കൂടുതലുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കും, ഈമാൻ ശുഷ്കിച്ചു കഴിഞ്ഞാലോ ഹറാമുകൾ ചെയ്യും. ഇതാണ് അഹ്ലു സുന്നത്ത് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഈമാൻ ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അതിങ്ങനെ എപ്പോഴും നമ്മൾ ഇസ്ലാമിക വൃത്തത്തിൻ്റെ കയറിയാൽ പിന്നെ ഇങ്ങനെ മുഅ്മിന, പിന്നെ കൂടിയും കുറയൊന്നുമില്ല. ഈ രൂപത്തിലാണ് ഖവാരിജുകൾ ഈമാനിനെ നിർവചിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരാൾ വ്യഭിചരിച്ചാൽ, ഒരാൾ കള്ളുകുടിച്ചാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാൾ എന്തായി? ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. അപ്പോൾ അവർ ഈമാനില്ലാത്ത ആളാണ് എന്ന്, മുഅ്മിനല്ല എന്ന് പറയാൻ സാധിക്കില്ല. ചില സന്ദർഭങ്ങളിൽ അവരുടെ ഈമാൻ കുറഞ്ഞു പോകുമ്പോഴാണ് അവർ പാപം ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാഫിറായിട്ട് മുദ്ര കുത്തുന്ന വിഭാഗത്തിലുമല്ല ഞാനുള്ളത് എന്നാണ്. എന്താ അത്താഅ് ബിൻ അബീ റബാഹ് മറുപടി പറഞ്ഞത്? താങ്കൾ ഹക്ക് മനസ്സിലാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നും. നോക്കിയേ, താങ്കൾ ഹക്ക് മനസ്സിലാക്കിയിരുന്നു, നിങ്ങൾ മുറുകെ പിടിക്കണം. ഇനി സഹോദരങ്ങളെ, നമ്മളുടെ കാലഘട്ടത്തിലേക്ക് വന്ന് ഈ ചോദ്യം നമ്മളൊന്ന് അനുമാനിച്ചു നോക്കിയേ. നമ്മളോട് ചോദിക്കുക ഒരാൾ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാ? നമുക്ക് എത്ര ലിസ്റ്റ് പറയേണ്ടി വരും ആ ശൈലിയിൽ മറുപടി കൊടുക്കാൻ. ഞാൻ സംസം വെള്ളത്തിൻ്റെ പോരിശ നിഷേധിക്കുന്ന ആളുകളിൽപ്പെട്ടവനല്ല, ഞാൻ കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകളിൽപ്പെട്ടവനല്ല, ഞാൻ സിഹിറിനെ നിഷേധിക്കുന്ന ആളുകളിൽപ്പെട്ടവനല്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എത്ര ലിസ്റ്റ് കൊടുക്കേണ്ടി വരും. സമസ്തൻ്റെ വ്യതിയാനങ്ങൾ പറയണം, തബ്ലീഗിൻ്റെ വ്യതിയാനങ്ങൾ പറയണം, ജമാഅത്തെ ഇസ്ലാമിയുടെ പറയണം. ഇങ്ങനെ ഓരോ സംഘത്തിൻ്റെയും വ്യതിയാനങ്ങൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ഇല്ലേ? അതിനേക്കാളുമൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഞങ്ങൾ സലഫിയത്ത് സ്വീകരിച്ച് അത് പ്രബോധനം ചെയ്യുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പഠിക്കാൻ 72 കക്ഷികൾ, പിഴച്ചുപോയിട്ടുള്ള കക്ഷികൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് പറയാൻ സാധിക്കണമെന്ന്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹോദരങ്ങളെ അതിന് ഗൗരവം കൊടുത്തുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, കാലഘട്ടം എന്ന് പറയുന്നത് സഹോദരങ്ങളെ വലിയ ഫിത്തനകൾ നടക്കുന്ന കാലമാണ്. ഒരു സംശയമല്ല വിഷയത്തിൽ. വലിയ വലിയ ഫിത്തനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്.
ആ ഫിത്ന എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഖീദാപരമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണോ? അല്ല, എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇത്തരം ഫിത്നകൾ കാണാൻ സാധിക്കും. ആ ഫിത്നയിൽ അകപ്പെടുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന ആളുകൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശുറൈ അൽ ഖാദി റഹ്മഹുള്ളയുണ്ട്. ഇമാം ദഹബി റഹ്മഹുള്ള സിയർ അലാമിൻ നുബലായിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ സൗഭാഗ്യം ലഭിക്കാത്ത യമനിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാനുള്ള സൗഭാഗ്യമുണ്ടായില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഖാലിയായിട്ട് നിയമിക്കുക. ഏതാണ്ട് 100 വർഷത്തിന് മുകളിലൊക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ സേവനങ്ങൾ നടത്തിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, എനിക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 4 തവണ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ രേഖപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിനോട് 4 തവണ ഞാൻ ശുക്ർ രേഖപ്പെടുത്താറുണ്ട് എന്ന്. എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ ഒന്നാമത്തെ വിഷയം എന്തിനാ? എന്നെ ബാധിച്ച ഈ ഒരു പ്രയാസം ഇതിനേക്കാളും വലുതു ബാധിച്ച ആളുകൾ എൻ്റെ ചുറ്റുഭാഗങ്ങളിലുണ്ടല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയും. മറ്റൊരുപാട് ആളുകൾക്ക് ഇതിനേക്കാളും വലുതു ബാധിച്ചിട്ടുണ്ട്, എനിക്ക് അത്രയൊന്നും ബാധിച്ചിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയുമെന്ന. രണ്ടാമതായിട്ടോ, എനിക്ക് ബാധിച്ച പ്രയാസത്തിൽ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു, ആ ക്ഷമിക്കാനുള്ള അവസരം എനിക്ക് നൽകിയതിൽ അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്ന. മൂന്നാമത്തെ വിഷയം, എനിക്ക് ബാധിച്ച മുസീബത്തിൽ, എനിക്ക് ബാധിച്ച ആപത്തിൽ ഇസ്തിർജാ ചെല്ലാനുള്ള അവസരമുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ എനിക്ക് അവസരമുണ്ടായി, അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയുന്നു. നാലാമത്തേതാണ് നമ്മുടെ വിഷയം. നാലാമത്തേത് അദ്ദേഹം പറയും, എന്നെ ബാധിച്ച ബുദ്ധിമുട്ട് ദീനിൻ്റെ വിഷയത്തിലല്ല, അൽഹംദുലില്ലാ എന്ന്. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫിത്നയിൽ അകപ്പെടുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ആദർശപരമാകട്ടെ, അതുപോലെ തന്നെ അഖീദാപരമാകട്ടെ, അതേപോലെ തന്നെ ബിദ്അത്തിന്റെ വിഷയമാകട്ടെ, ഇനി മൻഹജിന്റെ വിഷയമാകട്ടെ, മതപരമായി പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ അതിൽ സംശയങ്ങൾ ജനിക്കുകയോ അതേപോലെ തന്നെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് അത് ഒഴിവാക്കുകയോ ചെയ്യുന്ന ഫിത്നകളിൽ ഞാൻ അകപ്പെട്ടിട്ടില്ല, അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഇന്ന് ദീനിൻ്റെ മേഖലയിൽ ഒരുപാട് ഫിത്നകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള അഖീദയിൽ നിലയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ എന്ന്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് ചെറിയ വിഷയമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മളെ പടച്ചത് എങ്കിലും പടക്കുമ്പോൾ ഫിത്രത്തിലാണ്. ശേഷം നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു നസാറാക്കളിൽപ്പെട്ട ആളാണ് എങ്കിലോ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാക്കി. പക്ഷെ ആ മുസ്ലിങ്ങളിലും 72 കക്ഷികൾ, പിഴച്ചുപോയിട്ടുള്ള കക്ഷികൾ, ആ പിഴച്ചുപോയിട്ടുള്ള കക്ഷികളുടെ സ്വഭാവങ്ങൾ നമ്മളിലില്ല. ഷിയാക്കളുടെ ഇസ്തിഹാസം നമ്മളിലില്ല. ഷിയാക്കളുടെ നെറികെട്ടിട്ടുള്ള ആദർശങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ജഹ്മിയാക്കളുടെ കുഫറുകൾ നമ്മളിലില്ല. മുഅ്തസിലിയാക്കളുടെ തഅ്വീലുകൾ നമ്മളിലില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ തഫ്വീലുകൾ നമ്മളിലില്ല. ഇവരിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊന്നും അൽഹംദുലില്ലാ ഇല്ലാതെ കറകളഞ്ഞ ആദർശത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്ര തവണ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ രേഖപ്പെടുത്തണം. ഇത് ചെറിയ കാര്യമാണോ? ഇത് ചെറിയ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആ ശുക്ർ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ വക്താക്കളായിട്ട് മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്, അതിലൊരു മടി കാണിക്കരുത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് പറയാനുള്ള ഒരു സംഗതി. കാരണം അതൊരു വിഖായത്താണ്, അതൊരു പ്രൊട്ടക്ഷനാണ് നമ്മളെ സംബന്ധിച്ച്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള തർബിയത്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തർബിയത്തുൻ ഖാസ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്ന് പറയുമ്പോഴേ അതിന് 2 തലമുണ്ട് എന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്ന് തർബിയത്തുൻ ആമുൻ, പൊതുവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പരിപാലിക്കുന്നുണ്ട്, എല്ലാം സൃഷ്ടിച്ചു, എല്ലാവർക്കും പരിപാലനം നൽകുകയാണ് അല്ലേ. ഇന്ന ആൾ മുസ്ലിമല്ല, അതുകൊണ്ട് ഈ കുറച്ച് ഓക്സിജൻ ശ്വസിച്ചാൽ മതി എന്നുള്ള പറയോ? ഇല്ല, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള
അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായിട്ട് ലഭിക്കേണ്ട ഒരു തൗഫീഖുണ്ട്, ഒരു പരിപാലനമുണ്ട്. അതായത് നമുക്ക് നന്മ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദവി നൽകുക, തിന്മകളിലേക്ക് പോകുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഇതൊക്കെ സഹോദരങ്ങൾ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നതാണ്. പണ്ട് കെ സുല്ലമി പ്രസംഗിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞതാണ്. പണ്ട് മലബാർ ഭാഗത്ത് ഒരു സിനിമ വന്നു, ഒരു മലയാള സിനിമ. ആ സിനിമ മാപ്പിളമാരെ കുറിച്ചുള്ളതാണ്. 1921 പേരിലുള്ള ഒരു സിനിമ. ആ സിനിമയെക്കുറിച്ച് ഭയങ്കര ചർച്ച മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായി. മുസ്ലിങ്ങളുടെ വീര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ആവേശമുണ്ടാക്കുന്ന, അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങളുണ്ടായി. എല്ലാ ആളുകളും അതിനെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ ഇവിടുന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്തപ്പോൾ ഇത്രമാത്രം ഈ സിനിമയിലുള്ളത്, ഈ സിനിമ ഒന്ന് കാണണമല്ലോ എന്ന് നമ്മുടെ പണ്ഡിതന് തോന്നുക. അദ്ദേഹം അറിയപ്പെടുന്ന മുജാഹിദ് പണ്ഡിതനാണ്, അദ്ദേഹം അറിയപ്പെടുന്ന പ്രഭാഷകനാണ്, എല്ലാവർക്കും മാതൃകാപരമായിട്ട് വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു പണ്ഡിതനാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുക. പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ കള്ളന്മാരായിട്ടുള്ള ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഒളിഞ്ഞിരുന്നു കൊണ്ടൊക്കെ സിനിമ കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. അന്നതൊന്നുമില്ല, സിനിമാ തിയേറ്ററിൽ തന്നെ പോകണം. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കാം, ഈ സിനിമ എന്തായാലും ഒന്ന് കാണാം. മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കാണാൻ തോന്നുന്നത് കേട്ടോ. പക്ഷെ മലപ്പുറത്ത് പോയിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കണ്ടാൽ ശരിയാകൂല. അതുകൊണ്ട് ദൂരെയുള്ള സ്ഥലത്ത് പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചു. ബസ്സും കയറിയിട്ട് അദ്ദേഹം സിനിമ കാണാൻ പോയി. ഏതോ ഒരു പ്രദേശത്ത് ദൂരെയുള്ള സ്ഥലത്ത് അദ്ദേഹം പോയിട്ട് ആ സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് ഇനി എന്താ ചെയ്യാന്നുള്ളത് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ക്യൂ നിൽക്കാൻ പോകണം. ആ നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരാൾ അസ്സലാമു അലൈക്കും മൗലവി എന്താ ഇവിടെ എന്ന്. അതങ്ങണ്ട് കേട്ടതോടുകൂടി അദ്ദേഹം ആകെ വയർത്ത്, അദ്ദേഹത്തിന് ഒരുപാട് വിഷമം വന്നു. അദ്ദേഹം സിനിമയും വേണ്ട ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് പരിചയമുള്ള ആളെ അള്ളാഹു സുബ്ഹാനഹു അവിടേക്ക് പറഞ്ഞയച്ച് ഒരു സലാം പറഞ്ഞുകൊണ്ട് എന്നെ അള്ളാഹു സുബ്ഹാനഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് അത് എന്ന്. ഇതാ ചുരുക്കി പറഞ്ഞ തർബിയത്തുൻ ഖാസ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് അള്ളാഹിൻ്റെ പരിപാലനം കിട്ടും. നമുക്കൊരു കവചമാണ് അത്. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു നമ്മളെ ആദർശം കൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന ഒരു സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 40 വർഷത്തോളം അള്ളാഹു സുബ്ഹാനഹു ഈ രൂപത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അദ്ദേഹം ഒരു പ്രവാചകനാകേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തിന്മകളിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാടാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സംരക്ഷണം ആവശ്യം. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കാൻ സാധിക്കും. സമയമില്ല, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ. അപ്പോൾ ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ ആദർശപരമായി ദീനീപരമായിട്ട് നമ്മൾ പ്രകടമാക്കേണ്ട കാര്യങ്ങൾ പ്രകടമാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു പ്രൊട്ടക്ഷനാണ് ആ വിഷയം. ദീനീപരമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല നന്മ നമ്മൾ പ്രചരിപ്പിക്കുക, തിന്മ എന്ന് പറയുന്നത് പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന ഹാദൽ ഖൈറ ഖസാഇൻ, തീർച്ചയായിട്ടും നന്മകൾ എന്ന് പറയുന്നത് അത് ഖജനാവുകളാണ്. അത് ഖജനാവുകളാണ്. വലിതിൽക്കൽ ഖസാഇൻ മഫാത്തിഹ്, ആ ഖജനാവുകൾക്ക് താക്കോലുകളുമുണ്ട് എന്നാണ്. നന്മ എന്ന് പറയുന്നത് ഖജനാവുകളാണ്. ആ ഖജനാവുകൾക്ക് താക്കോലുകളുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിഗൈരി മിഗ്ലാഖൻ ലിശ്ശർ, ആരെയാണോ അള്ളാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയത് അവർക്ക് തൂബായുണ്ട്. വവൈലുൻ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർ മിഗ്ലാഖൻ ലിൽഖൈർ, ആരെയാണോ അള്ളാഹു തിന്മയുടെ താക്കോലും നന്മയുടെ പൂട്ടുമാക്കിയത് അവർക്ക് നാശമുണ്ട് എന്ന്. ഇത് ബേസിക്കായിട്ട് നമ്മൾ തത്വമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നന്മകൾ പൂട്ടിവെക്കേണ്ട ആളുകളല്ല നമ്മൾ, തിന്മകൾ പൂട്ടിവെക്കേണ്ട ആളുകളാണ്. നമ്മളിൽ നിന്ന് എല്ലാ സമയവും നന്മ അത് സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാ നിലക്കുമുള്ള സഹകരണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് നമ്മളുടെ സൗഹൃദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം കിടക്കുന്നത്. നമ്മളൊരു തിന്മയിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാതിലാണ് ഞാനീ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ആരുടെ സൗഹൃദത്തിൽ അവരുടെ ദീനിലായിരിക്കുന്നു ഇല്ലേ? നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് സമയം നമുക്ക് കിട്ടുകയാണ്.
ഫ്രീ ആയിട്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ചില ആളുകൾ ഖുർആൻ വായിക്കാനാവും, ചില ആളുകൾ ആദർശ സുഹൃത്തുക്കളെ കണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാവും, ചില ആളുകൾ പണ്ഡിതന്മാരുമായിട്ടുള്ള സഹവാസത്തിന് കൂടുതൽ സമയം ഇഷ്ടപ്പെടും, ചില ആളുകൾ റോട്ടിൽ പോയി നിന്ന് സ്വറ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും, ചില ആളുകൾ ഇങ്ങനെ ഫോം വിളിച്ചിട്ട് ഇങ്ങനെ ബഡായി വർത്താനങ്ങൾ ഇങ്ങനെ പറയും. ആ ഒഴിവു സമയം എന്താണോ നമ്മുടെ ഹൃദയം ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, അതിലാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഹൃദയം ആഗ്രഹിക്കുന്ന ആ ഒരു പക്ഷത്തേക്ക് സഹോദരങ്ങളെ പോകാൻ നമുക്ക് സാധിക്കണമെന്ന ഇതിൽ നമ്മൾ യുവാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യുവാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പങ്കുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ അവർ ബന്ധം സ്ഥാപിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സമയം മുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് സഹോദരങ്ങളെ അത് പരിശോധിക്കുക തന്നെ വേണം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, അതായത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ? നമ്മളുടെ മക്കളെയൊക്കെ നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാൻ ഒരു ധൈര്യമുള്ള രക്ഷിതാവിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സ്വതന്ത്രമായിട്ട്, അതായത് ഏത് കൂട്ടുന്ന ഈ ധൈര്യമായിട്ട് കൂടിക്കോ എന്നുള്ളത് നമുക്ക് എവിടെയും പോകാൻ സാധിക്കും. നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ, പോയി അടുത്താണ് ഞാൻ ഒരു കള്ള് ഷാപ്പ് അന്വേഷിച്ച് നടക്കേണ്ടി വന്നു 2 മാസം മുമ്പ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ വിളിച്ചിട്ട് മോന് കള്ള് ഷാപ്പിലിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് അവനെ പിടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കുറച്ച് കാലം കൗൺസിലറായിട്ട് നിന്ന സമയമാണത്. അപ്പോൾ ആ കള്ള് ഷാപ്പ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നടന്ന് ആളുകളോട് 2-3 ആളുകളോട് കള്ള് ഷാപ്പ് ചോദിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ അടി മുതൽ മുടി വരെ നോക്കുന്നുണ്ട്, എനിക്കെന്തിനാ കള്ള് ഷാപ്പ് എന്നുള്ളത്. എന്നിട്ട് അവിടെ പോയി ആ ഷാപ്പിൻ്റെ ആളോട് ഇന്ന ആളുണ്ടോ എന്ന് ചോദിച്ചു, അതാ എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ വീണ് കിടക്കുക. അതിനെ വിളിച്ച് കൊണ്ടുപോയി നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള ജമാൽ ചെറുവാടി സാഹിബിൻ്റെ ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ധൈര്യമുണ്ട് അവിടെ പോകാൻ. എന്തുകൊണ്ടാണ്? നമ്മളത് കണ്ടാൽ കുടിക്കൂല, നമ്മളതിലേക്ക് വഴിതെറ്റിപ്പോകൂല. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ആ ലക്ഷ്യമില്ലാത്ത ആളുകളെ സൗഹൃദ വലയത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടുകൊണ്ട് ഒരുപാട് കുട്ടികളെ ഇന്ന് വഴിതെറ്റിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡി അഡിക്ഷൻ സെൻറ്ററിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്ററിൽ ഒരുപാട് ആളുകൾ വന്നിങ്ങനെ കരഞ്ഞ് 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 സംസാരിക്കുക. ഭാര്യമാർ ഭർത്താക്കന്മാരെക്കുറിച്ച്, ഉമ്മമാർ മക്കളെക്കുറിച്ച്, ബാപ്പമാർ മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ഒരാൾക്കൊരു ജോലി കൊടുത്ത്, എൻ്റെ ഒരു സുഹൃത്തിന് ഞാനൊരു ജോലി അവിടെ ഏർപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ഞാനുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം ഈ കൗൺസിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് ഇരിക്കണേ. ആ ഇരുന്ന് കഴിഞ്ഞാലാണ് പഠിക്കാൻ പറ്റുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം കല്ല് പോലെ ആകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ടതാണ്. അത്രമാത്രം പ്രയാസം, ഇത് തമാശ പറഞ്ഞതല്ല, അത്രമാത്രം പ്രയാസമാണ് ഓരോ ഉമ്മമാരുടെയും ഭാര്യമാരുടെയും കരച്ചിൽ കേൾക്കുക എന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ. മക്കൾ എന്ന് പറയുമ്പോഴേ 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രാരംഭത്തിൽ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ്. പക്ഷേ കുട്ടികൾ നമ്മളിങ്ങനെ കൗൺസിൽ ചെയ്തെടുക്കുമ്പോഴാണ് പറയാം, ഓരോ ആളുകൾ വന്നിട്ട് പറയും, പരീക്ഷ അടുത്തില്ലേ, രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് കൂടുതൽ മാർക്ക് വേണമെങ്കിൽ ഞാനൊരു സാധനം തരാമെന്നാണ്. ആരാ അത് ഉപയോഗിക്കേണ്ടിരിക്കുക? അങ്ങനെയൊക്കെ പറയുമ്പോൾ രാത്രി കുത്തിരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങണമെങ്കിൽ 48 മണിക്കൂർ ലൈവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഉറക്കം വരില്ല. ഒരാൾ രാത്രി തുള്ളാൻ തുടങ്ങുകയാണെങ്കിൽ, ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഡാൻസായിട്ട് പോയിക്കോളും. ഒരു ഹരമാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇതെന്താ സംഭവിക്കുന്നത്? ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഡോപ്പമിൻ പോലെയുള്ള. ഇതിൻ്റെയൊക്കെ അളവ് അത് കൂട്ടുകയാണ് ചെയ്യുന്നത്, കൃത്രിമമായിട്ട് അത് കൂട്ടുക. ഇതൊക്കെ ഒരു കാലത്ത് ശരിക്ക് ഇതൊക്കെ ഒരു യുദ്ധരംഗത്ത് ഒരുപാട് ഭീതി നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെയുള്ള പട്ടാളക്കാർ ഒരുപാട് യുദ്ധങ്ങളൊക്കെ പോയി പങ്കെടുത്ത് തൊട്ടു മുമ്പിൽ ഇങ്ങനെ ബോംബുകളൊക്കെ ഒന്ന് വീഴുക, ഒരാളുകൾ മരിക്കുക, അങ്ങനെ അവരുടെ ഹൃദയമൊക്കെ മരവിച്ചു പോയ, ഭയം അവരെ പിടികൂടിയ അവസ്ഥയിൽ ഇവർക്ക് MDMA കൊടുക്കാറുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരൊന്ന് ഉഷാറായി വരാൻ വേണ്ടി. അതിനൊക്കെ ഒരു അളവുണ്ട്. ഈ സാധനത്തിൻ്റെ അളവും മറ്റുമൊന്നും അതിര് കടന്നുകൊണ്ട് അത് മൂക്കിലേക്ക് വലിച്ചു കയറ്റാണ് ഇന്നത്തെ കുട്ടികൾ ചെയ്യണത്.
3 വർഷം സ്ഥിരമായിക്കൊണ്ട് കേൾക്കണേ, 3 വർഷം സ്ഥിരമായിക്കൊണ്ട് MDMA ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് അത് 5 വർഷം മുതൽ 10 വർഷം അതിൻ്റെ ഉള്ളിൽ തട്ടിപ്പോകുന്നുള്ളത്, മരിച്ചു പോകും. ആ സാധനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളുടെ കുട്ടികളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാമികമായിട്ട് അത്തരം വിഷയങ്ങളുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് നൽകിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ ആലോചിച്ച് നോക്കി. നമ്മുടെ ശരീരത്തിന് അത് പ്രയാസം ഉണ്ടാക്കണുണ്ടോ? തീർച്ചയായിട്ടും ശരീരത്തിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ബുദ്ധിക്ക് പ്രയാസം ഉണ്ടാക്കണുണ്ടോ? തീർച്ചയായിട്ടും. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് അത് ഒരു തരം ഹവയാണ് എന്നുള്ളത് പറയാൻ സാധിക്കും, അല്ലേ? ഇപ്പോൾ കള്ളു കുടിക്കുന്ന ആളുകളുണ്ട്. കള്ളു കുടിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വന്നിട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടാനും ധൈര്യം കാണിക്കാനൊക്കെയുള്ള ആ ഒരു സംഗതി വരുന്നത് എവിടെ നിന്നാ? കള്ളും കുടിച്ചിട്ടില്ല എങ്കിൽ ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കണ കാണാം. അതിന് ഡച്ച് കറേജ് എന്നാണ് അതിന് പറയാം. ഈ സംഗതി യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ആ ധൈര്യമുണ്ടാകുന്നത് ഈ ലഹരിയുടെ മറവിലാണ്. ഇതേപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന, കറുപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ സ്വഭാവങ്ങളിലും വ്യത്യാസമുണ്ട്. സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു പൈസ കിട്ടാനുള്ള ആളെ തെരഞ്ഞു പോവുക. പണം കടം വാങ്ങിയിട്ടേ വീട്ടിലിങ്ങനെ ഒളിഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. അതിനെ 3 ആൾക്കാർ അന്വേഷിച്ചു പോവുക ഒരേ സമയം. പക്ഷെ 3 ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ഒരാൾ കള്ളു കുടിക്കുന്ന ആളാണ്, ഒരാൾ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഒരാൾ കറുപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിച്ച് തുറക്കണില്ല. വീണ്ടും വീണ്ടും ബെല്ലടിച്ചപ്പോൾ ആ കള്ളു കുടിക്കുന്ന ആൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് ചവിട്ടി തുറന്ന് ആളങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് ഇടാനൊക്കെ ഉള്ള അട്ടഹാസങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കറുപ്പ് ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞ്, നമുക്ക് ചവിട്ടി പൊളിക്കൊന്നും വേണ്ട, നമുക്ക് ഈ ഉമ്മറത്തിരിക്കാം, എന്നിട്ട് ഇവിടെ ഉറങ്ങാം, നേരം വെളുക്കുമ്പോൾ അയാളെ പിടിക്കാലോ. കാരണം ഭയങ്കര സാധുവായിരിക്കും ആൾ. ആ രൂപത്തിലാണ് അവരുടെ ക്യാരക്ടർ ഉണ്ടാകുക. 3-മത്തേത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾ, നിങ്ങൾ 2 പേരും ഇവിടക്ക്, എന്നിട്ട് ആ ചാവി നമ്മളെ കീടുന്ന ആ ദ്വാരം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരൻ പറയാണ്, ഇത് ചവിട്ടിപ്പൊളിക്കേണ്ട ആവശ്യമല്ല പൊട്ടന്മാരെ, ഇവിടെ ഉറങ്ങിയിരിക്കേണ്ട ആവശ്യമല്ല, ഇത് കണ്ട് ഇത്രയും വലിയൊരു ദ്വാരമാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാലം എടുത്ത് വെച്ചാൽ മതി എന്ന്. പുള്ളി ഹാലൂസിനേഷൻ്റെ ആളാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സന്ദർഭം. ഇതൊക്കെ നോക്ക്, ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ഇങ്ങനെ ഇല്ലാത്ത പല സംഗതികളും അവരെ തോന്നിപ്പിച്ചുകൊണ്ട് പലതും അവർ വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പം നോക്കിയ ശരീരത്തെ, ബുദ്ധിയെ, അതുപോലെ തന്നെ അഭിമാനത്തെ, അതേപോലെ തന്നെ നമ്മളുടെ മതത്തെ, സമ്പത്തിനെ, ഇതിനൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഇസ്ലാമികമായിട്ട് ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു പൗരൻ്റെ ഈ 5 കാര്യങ്ങളും സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അത് മഖാസിദു ശരിയായിട്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. ശരീഅത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങൾ ഒരാളത് സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഒരാളുടെ ബുദ്ധി സംരക്ഷിക്കണം, ഒരാളുടെ സമ്പത്ത് സംരക്ഷിക്കണം, ഒരാളുടെ അഭിമാനം സംരക്ഷിക്കണം, ഒരാളുടെ ശരീരം സംരക്ഷിക്കണം, ഒരാളുടെ ദീനും സംരക്ഷിക്കണം. ഈ 5മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമിലെ ഹറാമും മക്റൂവും ഉള്ളത്. ഒരു കാര്യം ഹറാമാണോ, ഈ 5ൽ ഏതെങ്കിലും ഒന്നിനെ ബാധിക്കുന്നതായിരിക്കും. ഒരു കാര്യം വെറുക്കപ്പെട്ടതാണോ, മക്റൂഹാണോ, കറാഹത്താണോ, ഈ 5ൽ ഏതെങ്കിലും ഒന്നിനെ ബാധിക്കുന്നതായിരിക്കും. സഹോദരങ്ങളെ, ഞാനീ പറഞ്ഞ ലഹരി 5നെയും ബാധിക്കണതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഗവൺമെൻറ് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് ഇത്തരം വിഷയങ്ങൾക്ക് കൊടുക്കുന്നത്. സൗദി അറേബ്യയൊക്കെ നോക്കിയൊക്കെ തലവെട്ടലാണ്. പിടിച്ചപ്പം തന്നെ ഉണ്ട് തലവെട്ടല്ല കേട്ടോ. അതൊക്കെ കൃത്യമായി അന്വേഷിച്ച് അതിന് വർഷങ്ങളോളം എടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒന്നാണോ യഥാർത്ഥത്തിൽ ഇത്? ഒരു പരിധിവരെ അതിനെ തടയിടാൻ സാധിക്കും. പക്ഷേ ഇസ്ലാമികമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താ? ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് ഇതൊരു പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭരണാധികാരിയെ പേടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുനിന്നിട്ട് എന്താ കാര്യം? നേരെ മറിച്ച് ഇസ്ലാമിനുള്ള പരിഹാരം തിയോളജിയാണ്, ദൈവശാസ്ത്രമാണ്. അത് 1400 വർഷങ്ങൾക്ക് മുൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നിട്ടുള്ളൊരു വിഷയം. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? വലൗ നസല അവ്വല ഷൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. അല്ലാഹു ആദ്യം ഇറക്കിയിട്ടുള്ള കാര്യം നിങ്ങൾ മദ്യപിക്കരുത് എന്നായിരുന്നു എങ്കിൽ ഞങ്ങൾ
ഒരിക്കലും മദ്യം കുടിക്കുന്നത് ഉപേക്ഷിക്കില്ല എന്ന ആളുകൾ പറയുമായിരുന്നുവെന്ന്. ആദ്യം അല്ലാഹ് കള്ളുടിക്കരുത് എന്നാണ് മക്കക്കാരായിട്ടുള്ള ഖുറൈശികളിൽപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നത് എങ്കിലേ ആരും അത് ഉപേക്ഷിക്കുമായിരുന്നില്ല. വലൗ നസല ലാ തസ്നു ലഖാലു ലാ നദഉ സിനാ അബദാ. അല്ലാഹു ആദ്യം ഇറക്കിയ കാര്യം നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന വിഷയമായിരുന്നു എങ്കിൽ ഞങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കില്ല എന്ന് ആളുകൾ പറയുമായിരുന്നുവെന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ട് ഇങ്ങനെ മക്ക മുശ്രിക്കുകളായ ആളുകളോട് അവരെ നന്നാക്കാൻ വേണ്ടി, ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണ്, നാളെ മുതൽ നിങ്ങൾ മദ്യപിക്കരുത് കേട്ടോ, നിങ്ങൾ വ്യഭിചരിക്കരുത് കേട്ടോ, ഇങ്ങനെ ഓരോ മുഹറമാത്തുകളെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവരതൊന്നും നിർത്തൂലാന്നാ. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക, പരലോകത്തെ പരിചയപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങളോ സഹോദരങ്ങളെ അത് പരിചയപ്പെടുത്തിയപ്പോഴാണ് അവരിൽ മാറ്റമുണ്ടായത് എന്ന് സൂറത്ത് യാസീനിൽ നമുക്ക് ഈ കാര്യം കാണാൻ സാധിക്കും. ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുക. മക്കയിൽ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ദഅവത്ത് കൊടുത്തപ്പോൾ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊന്നും ഈ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ആശയം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നില്ല എന്നുള്ള മനപ്രയാസമുണ്ടായി. ആ മനപ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുക, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭാരം ഒന്ന് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് പ്രവാചകൻ, ആരോടാണ് പ്രബോധനം ചെയ്യുന്നത് എന്നുള്ള വിഷയം പഠിപ്പിക്കാൻ സൂറത്ത് യാസീൻ അവതരിപ്പിച്ചത്. ഇന്ന് മുസ്ലിയാക്കന്മാർ ഉപയോഗിക്കുന്ന വിഷയങ്ങൾക്കല്ല യാസീൻ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിഷയങ്ങൾക്കാണ് സൂറത്ത് യാസീൻ അവതരിച്ചിട്ടുള്ളത്. എന്താന്നിട്ട് അതിൽ പറയണത്? നിങ്ങൾ താക്കീത് നൽകുന്ന വിഷയം, ഇന്നമാ തുന്ദിറു, നിങ്ങൾ താക്കീത് നൽകുന്ന വിഷയം അത് ഉപകാരപ്പെടാർക്കാ? മനിത്തബഅ ദിക്ർ, ഉത്ബോധനത്തെ പിൻപറ്റാനുള്ള മനസ്സുള്ളവർക്ക്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് പരമകാരുണികനായിട്ടുള്ള റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ്. അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാരമായിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാപമോചനത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാനാണ് പറയുന്നത്. രണ്ട് ക്വാളിറ്റിയാണ് പറയുന്നത്, രണ്ട് ക്വാളിറ്റി. അവർക്കേ ഉപകാരപ്പെടൂ. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അത് ഉപകാരപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റിയാ ഒന്ന്, ഉത്ബോധനത്തെ പിൻപറ്റാനുള്ള മനസ്സുണ്ടാകണം. സഹോദരങ്ങളെ, അള്ളാഹു റസൂലും പറഞ്ഞതാണോ എങ്കിൽ ഞാനതെടുത്തു, ആ ഒരു മനസ്സുണ്ടാകണം. അള്ളാഹു റസൂൽ പറഞ്ഞതാണോ എങ്കിൽ ഞാൻ എടുത്തു എന്ന് പറയണമെങ്കിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റിസാലത്തും പരിചയപ്പെടുത്തണം, ഇല്ലേ? ഇത് രണ്ടും അവരെ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ മാത്രം അദൃശ്യമായ നിലക്ക് ഭയപ്പെടുന്ന ഒരവസ്ഥ ഒരാളിൽ ഉണ്ടാക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ തിയോളജി എന്ന് പറയുന്നത്, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. ആ വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ അത് കൃത്യമായിട്ട് സമൂഹത്തിൽ ഇടപെടേണ്ട ആളുകളാണ് നമ്മൾ. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് ഒഴിവ് കിട്ടുന്നില്ല. നമ്മൾ അതിൻ്റെ ആദർശം നുണഞ്ഞ ആളുകളാണ്, ഇല്ലേ? ഇസ്ലാമികമായിട്ട് പരിഹാരം നമ്മുടെ കൈകളിലുള്ള ആളുകളാണ്. ഏതൊക്കെ തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടോ അതിനുള്ള പരിഹാരം അത് നമ്മൾ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് ക്രൂരമായിട്ടൊരു വിഷയമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്ര ഗൗരവമുള്ള കാര്യം നോക്കി. സമൂഹത്തിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാതെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള രൂപത്തിൽ ഉൾവലിഞ്ഞുകൊണ്ട് ഈ മഹത്തായ ആദർശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ സാധിക്കുക സഹോദരങ്ങൾ? നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള അവസ്ഥ നോക്കി. ശരിക്ക് കൃത്യമായിട്ട് കുട്ടികളെ നമ്മൾ അഖീദ പഠിപ്പിക്കാതെ, മൻഹജ് പഠിപ്പിക്കാതെ, പ്രവാചകനെ പഠിപ്പിക്കാതെ, അതുപോലെ തന്നെ ഹലാലുകളും ഹറാമുകളും എന്താണ് എന്നുള്ളത് പഠിപ്പിക്കാതെ എങ്ങനെയാണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പുറത്തു വിടാൻ സാധിക്കുക? നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇന്നൊക്കെ പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കുട്ടികളെ വിടുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രയാസമായിട്ട് കോളേജ് ക്യാമ്പസുകളിലൊക്കെ ലിബറലിസം പോലെയുള്ള പുരോഗമനവാദികളാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരൊക്കെ കൂടുതലും ഉപയോഗപ്പെടുത്തുന്ന സബ്ജക്റ്റ് ഏതാണെന്നറിയോ? സൈക്കോളജിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ നന്നായി പഠിച്ചിട്ട് സൈക്കോളജി പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കണ്ടുവരും. ചിലർ യൂട്ടേൺ എടുത്തിട്ട് വരും മതത്തിൽ നിന്ന്. അതുകൊണ്ട് സലഫി പണ്ഡിതന്മാർ പറയാറുണ്ട്, അഖീദ ശരിക്ക് മനസ്സിലാക്കിയിട്ട് വിശ്വാസ കാര്യങ്ങൾ ശരിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സൈക്കോളജി ഉയർത്തിക്കാണണം.
പഠിക്കുക എന്നുള്ള. അതല്ല എങ്കിൽ അതിൽ അകപ്പെടും. അതിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, ലിബറലിസത്തിൻ്റെ വക്താക്കൾ അതിലേക്ക് അവർ കൊണ്ടുവരുന്ന ഒരു സംഗതി തന്നെ എന്താണെന്നറിയോ? ഈ ആളുകളൊക്കെ തിന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കാരണം, ഇന്ന് സമൂഹത്തിൽ അധാർമികമായിട്ട് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ ആളുകളിൽ അമിതമായിട്ട്, അതായത് കുറച്ച് കള്ളു കുടിക്കുന്നതിനെ കുറിച്ചല്ല അധാർമികത അവർ പറയുന്നത്, ഭയങ്കരമായിട്ട് കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് കുഴപ്പങ്ങളുണ്ടാക്കി ഭാര്യയെ തല്ലി വീട്ടിലാകെ പ്രശ്നമുണ്ടാക്കുന്ന സംഗതി. ഇതിൻ്റെയൊക്കെ കാരണം ഇവരിലൊക്കെ ഒരു സപ്രഷൻ ഉണ്ടാക്കിയെന്ന്. എല്ലാം ഇങ്ങനെ ഒതുക്കി വച്ചിട്ട് അത് ചെയ്യരുത് 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 എന്നിങ്ങനെ പഠിപ്പിച്ച് ഇവരെ വളർത്തിക്കൊണ്ടുവന്നു. ആര്? മതം. നോക്കണേ, മതം അങ്ങനെ പഠിപ്പിച്ചു വന്നു. നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ പുകവലിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് 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 ചെയ്യരുത്. അതൊരു സപ്രഷനായിട്ടാണ് ഇവർക്ക് വരുന്നത്. അങ്ങനെ ഇവർക്ക് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലോ ഇവരെന്താവും? ഇവരങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ആ രൂപത്തിൽ ഈ എന്തൊക്കെ അവർ സപ്രസ് ചെയ്തു വെച്ച ഫീലിംഗ് ഉണ്ടോ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അങ്ങനെ അവർ ക്രൂരന്മാരായിട്ട് മാറും. അതിൻ്റെയൊക്കെ കാരണം മതമാണ് എന്ന അസംബന്ധം വിളമ്പുന്ന ഒരു ടീമുകൾ. എന്തുമാത്രം അപകടം നിറഞ്ഞ കാര്യങ്ങളാണ് സൈക്കോളജിയുടെ പേരിൽ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണോ? ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ കാനഡയിലും മറ്റുമൊക്കെ പോയ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ഇങ്ങനെ സംവദിച്ചപ്പോൾ നമ്മളുടെ പ്രവർത്തകർ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ മാതാപിതാക്കൾക്ക് പോലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. അതായത് അവിടെയൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ എൻ്റെ കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യണം. അതിൽ മാതാക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? പിതാക്കൾ അവരോട് ഇന്ന വിഷയങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള നിയമം വരെയുള്ള രാജ്യങ്ങളുണ്ട് എന്നർത്ഥം. ഇവിടേക്കാണ് ശരിക്ക് നമ്മളുടെ മക്കളൊക്കെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ, മാരകമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളെ സമീപിക്കാനിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് സഹോദരങ്ങൾ നമ്മൾ ലാളിച്ചു വളർത്തിയ പൊന്നോമന മക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിയെ നമ്മളിങ്ങനെ സ്വീകരിക്കുകയാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെയുള്ള പെൺകുട്ടികളോട് അമിതമായിട്ടുള്ളൊരു സ്നേഹം നമ്മൾ കാണിക്കാറുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ അവരുടെ കുസൃതികളും അവരെ ലാളിക്കലുമൊക്കെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ആ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ, മികച്ച രൂപത്തിൽ വളർത്തി അവർക്ക് ഒരു നല്ല വിവാഹബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ രണ്ടാളുകളെ അതല്ലെങ്കിൽ മൂന്നാളുകളെ അങ്ങനെ ഏറ്റവും നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ സ്വർഗ്ഗമാണ് നമുക്ക് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് മഹത്തായിട്ടുള്ളൊരു ഓഫറല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുക? മക്കളെ പഠിപ്പിക്കണം. പക്ഷെ മക്കളിൽ പ്രകടനാത്മകത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ത്വര വളർത്തുന്ന രൂപത്തിലാണ് പല രക്ഷിതാക്കളും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന്. ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അരുതേ എന്ന് പറയുമ്പോൾ അവർക്കത് വിഷമമായി പോകുമോ എന്നുള്ളതാണ്. എൻ്റെ മോളും അല്പമൊന്ന് മോഡേൺ ആയിക്കോട്ടെ എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലിപ്സ്റ്റിക് ഇടുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന വേറെ ചില കോസ്മെറ്റിക് നമ്മൾ ഫേസ് നന്നാക്കാനും കൃത്രിമമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല. അതിനെക്കുറിച്ച് ആരും എതിർക്കില്ല. നേരെ മറിച്ച് കൃത്രിമമായിട്ടുള്ള ഭംഗിയുണ്ടാക്കി അത് നാട്ടിലേക്ക് പുറത്തു വന്ന് ഒരാളെ കാണിക്കുന്ന ഒരവസ്ഥ. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, ഇന്നും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ചുണ്ടൊക്കെ ഇങ്ങനെ ചുവപ്പിച്ചിട്ട് കുറേ കുട്ടികളെ നമുക്കത് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സങ്കടമാണ്. അവർ പർദ്ദ ധരിച്ചിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാകും, പക്ഷേ ചുണ്ടിങ്ങനെ ചോന്നിട്ടുണ്ടാവും. അത് എങ്ങനെ നമുക്ക് അനുഭവപ്പെടുക എന്നറിയാം. വിശ്വാസികളായിട്ടുള്ള ഈ വിഷയങ്ങൾക്കൊക്കെ ഗൗരവം കൊടുക്കുന്ന ആളുകൾക്ക് എങ്ങനെ അനുഭവപ്പെടുക എന്നറിയാം. ഒറ്റ ഉദാഹരണം മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാനൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇവിടെ ഒന്ന് പ്രസംഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ അരോചകമായിട്ട് തോന്നും? ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ എങ്ങനെ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുക? വല്ലാത്തൊരു അസ്വസ്ഥത നമുക്കുണ്ടാവില്ലേ? ഇതെന്താ ഈ ചങ്ങായി ഇങ്ങനെ വന്നിക്കണത് എന്നുള്ളത് നമുക്ക് തോന്നും. ഇതേപോലെയാണ് നമ്മുടെ മക്കളെ നമുക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പാഠം ഉൾക്കൊള്ളാത്ത കുട്ടിയാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് മറ്റൊരു വേഷം കെട്ടൽ ഈ രൂപത്തിൽ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും സ്വാഭാവികമായിക്കൊണ്ടും. സഹോദരങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വിഷയം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, തീർച്ചയായിട്ടും ദുനിയാവ് അത് പച്ചപ്പാണ്, അത് മധുരമുള്ളതാണ്. ദുനിയാവ് എന്ന് പറയുന്നത് അത് പച്ചപ്പാണ്, അത് മധുരമുള്ളതാണ്.
പച്ചപ്പ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു കുളിർമ നൽകുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ മധുരമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് നുണയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. എന്നിട്ട് അള്ളാഹു ആകട്ടെ നിങ്ങളെ അതിൽ പരസ്പരം അനന്തരാവകാശികളാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവൻ നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ സ്ത്രീകളെയും സൂക്ഷിക്കണം കേട്ടോ എന്ന്. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിന്നിസാ, ഇസ്രായേലിൽ ആദ്യമായിട്ടുണ്ടായ കുഴപ്പം സ്ത്രീകളെ കൊണ്ടായിരുന്നു എന്നാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയാൽ ശരിക്ക് സ്ത്രീകൾക്കൊക്കെ ഒരു വിഷമാവും. ഇതെന്തപ്പോൾ എല്ലാ കുഴപ്പവും എല്ലാ ഫിത്നയും സ്ത്രീകളാണെന്നാണ് പറയണത്, എല്ലാ പ്രശ്നവും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസുകളുണ്ട്. അത് ജമ്മ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഹദീസിനെ മനസ്സിലാക്കാം. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ ബനു ഇസ്രായേലിൽ ഉണ്ടായ ഫിത്ന എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ ഫിത്ന എന്താണ് എന്ന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഗൗരവം തിരിച്ചറിയുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഉയരമുള്ള 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഉയരമുള്ള 2 സ്ത്രീകൾ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവരതിൻ്റെ പേരിൽ അറിയപ്പെട്ടത്. ആളുകളൊക്കെ ഒന്ന് നോക്കും. കാരണം എന്താ? നല്ല പൊക്കമുണ്ട്, മറ്റുള്ള ആളുകളെ പോലെയല്ല, അവർ ഭംഗിയുള്ള സ്ത്രീകളും കൂടിയാണ്. എന്നാൽ ഒരു പൊക്കം കുറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായി. കാരണം എന്താ? അവരാരും ശ്രദ്ധിക്കണില്ല, ആരും നോക്കണില്ല. വല്ലാത്തൊരു വിഷമം. കാരണം എല്ലാവരും അങ്ങാടിയിലും മറ്റൊക്കെ പോയ ഉയരമുള്ള സ്ത്രീകളെ നോക്കുന്നത്, എന്നാരും നോക്കണില്ല എന്നുള്ള വിഷമം ആ സ്ത്രീയെ പിടികൂടി. അങ്ങനെ പിന്നെ ആ സ്ത്രീ എന്താ ചെയ്തതെന്നറിയോ? ആ പൊക്കല്ലാത്ത സ്ത്രീ പോയിട്ട് 2 ഉയരമുള്ള മരം കൊണ്ടുള്ള 2 ചെരുപ്പുകൾ ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് ഹീലുള്ള ചെരുപ്പ് എന്ന് വേണം പറയാം. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമാണ് അല്ലേ? അത്രയും ഹീലുള്ള ചെരുപ്പിട്ട് കൊണ്ട് നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ചെരുപ്പ് ധരിക്കുന്നത് എന്നുള്ളത് അള്ളാഹു അല്ല. നമുക്ക് ഉപയോഗിക്കാനും നമ്മളുടെ സൗകര്യത്തിനും നമ്മുടെ കംഫർട്ടിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ പാദരക്ഷയൊക്കെ. അതൊരിക്കലും മറ്റുള്ള ആളുകളെ കാണിക്കാൻ എന്നുള്ള ഒരു തലത്തിലേക്ക് വരരുത്. ഇതൊക്കെ ഇതിപ്പോൾ ബനു ഇസ്രായേലിലെ സംഭവം എന്ന് പറയുന്നത് ശൈത്താൻ തോന്നിക്കുന്നതാണ്, അലങ്കാരമായിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ എന്താ ചെയ്തത്? മരം കൊണ്ടുള്ള 2 ചെരുപ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഉയരമുള്ള രൂപത്തിലേക്ക് ആ സ്ത്രീ എത്തിയെന്ന്. അതോടൊപ്പം തന്നെ അവൾ ഒരു മോതിരവും ഉണ്ടാക്കി. ആ മോതിരം അതിൻ്റെ അറയിൽ, ആ മോതിരം വെക്കുന്ന അറയിൽ സുഗന്ധവും നിറച്ച്. അങ്ങനെ അവൾ ആളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കൽ തുടങ്ങിയത്. പിന്നെ ആളുകൾ എന്തായി? ഈ ഉയരം കുറഞ്ഞ, ഈ പൊക്കം കുറഞ്ഞ സ്ത്രീകളെയും നോക്കൽ തുടങ്ങി. അവരുടെ മണം, അതുപോലെ തന്നെ അവൾ ഉപയോഗിച്ച ആ ഒരു ചെരുപ്പ്, ഇതൊക്കെ എന്തിനാണ് അവൾ ചെയ്തത്? ആളുകളിൽ നിന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതേ ചിന്തയാണ് സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കണം. ഇതേ ചിന്തയാണ് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന പെൺകുട്ടികൾക്കുള്ളത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അതല്ലാതെ നമ്മളുടെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ടല്ല. നമ്മളുടെ ഇത്തരം കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ സത്യവിശ്വാസിനികളായിട്ടുള്ള ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്. ആ കുഴപ്പങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ മക്കളൊക്കെ നാളെ നരകത്തിൽ അകപ്പെടുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. സഹോദരങ്ങൾ, ഇതിനൊക്കെ എന്താ പ്രതിവിധിയുള്ളത്? ഇതിനൊക്കെ പ്രതിവിധിയുള്ളത് നമ്മളുടെ മക്കളെ ഇസ്ലാമികമായിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടു പഠിച്ചിട്ട് ക്ലാസ്സിനൊക്കെ നമ്മൾ വരും, കുത്തുബക്കൊക്കെ നമ്മൾ വരും, നമ്മൾ പല കാര്യങ്ങളിങ്ങനെ കേൾക്കും, പഠിക്കും, എന്നിട്ടാണ്ട് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് മക്കളോട് നമ്മൾ 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെയാണ് നമ്മൾ ക്ലാസ് കേട്ടിട്ടുള്ളത്. മക്കളോട് അത് ചെയ്യരുത്, ഇത് വേണ്ട, ഇത് പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഒരു 2 മിനിറ്റ് കൊണ്ടും ഒരു 3 മിനിറ്റ് കൊണ്ടും പറഞ്ഞു കൊടുക്കും. അതോടെ മക്കളെ നമ്മൾ തർബിയത്ത് നടത്തി എന്നുള്ള ഒരു ധാരണയാണ് ആളുകൾക്കുള്ളത്. അത് ശരിയല്ല. നമ്മളുടെ മക്കളെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതിലൊരു അഭിമാനം നമുക്കുണ്ടാകണം. ഇന്ന് പല മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി? ഒരു ടീം പറയുന്നത് ഞങ്ങളുടെ ബാപ്പിയമ്മക്ക് മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമായി എന്നുള്ളത്. ആ മറുപടിയല്ല നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് കേൾക്കേണ്ടത്.
നേരെ മറിച്ച് ഞാൻ പഠിച്ചു മനസ്സിലാക്കി ഞാനത് സ്വീകരിച്ചു എന്നുള്ളത് ഒരു മക്കൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഇസ്ലാം പഠിക്കണം. ഹറാമും ഹലാലും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ സ്വഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സ്വഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാം ദീൻ നമ്മളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മളൊക്കെ പറയില്ലേ അതിങ്ങനെ കൈമാറി 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 വന്നു. അത് ആദ്യമായിട്ട് കൈമാറി വരുന്നത് എവിടുന്ന? സ്വഹാബികളിൽ നിന്നാണ്, അല്ലേ? ആ സ്വഹാബികൾ ഇത് നമുക്ക് എത്തിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ അത് രേഖീകരിക്കപ്പെട്ട് അത് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ വിഷയങ്ങൾ ചരിത്രപരമായിട്ടൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇന്ന ഇന്ന സ്വഹാബികളൊക്കെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് ഏതാനും 100 ചില്ലാൻ സ്വഹാബത്താണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കണം, അതിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ 7 ആളുകളാണ് എന്ന മറുപടി പറയാം. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആരാ? എണ്ണം ചോദിച്ചാൽ 7 ആളുകളാണ് എന്ന് പറയും. അതെന്താ 7 ആളുകളുടെ കണക്കെടുക്കുന്നത് എങ്ങനെയാണ്? 1000-ഓ അതിലധികമോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ 1000-ഓ അതിൽ അധികമോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയാം. ആ 7 ആളുകൾ ആരാ? നമ്മളൊന്ന് നോക്കിയേ. ആ 7 ആളുകളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നത് 25-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിൽ, അതും തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഇസ്ലാം സ്വീകരിച്ച് ഹിജ്റ 7-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്തുന്നത്. 7-ാം വർഷം എന്ന് പറയുമ്പോൾ 4 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ജീവിക്കാൻ അവസരം കിട്ടിയത് എന്ന്. അതിനുശേഷം അദ്ദേഹം കൂടുതൽ പഠിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് മറ്റു സഹാബികളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത് 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കാം. അദ്ദേഹത്തെ മാറ്റിവെക്കുക എന്ന് അറിയുമ്പോൾ ഈ ഹദീസ് നിഷേധികൾ പറയുന്ന ഭാഷയിലല്ല കേട്ടോ. ഹദീസ് നിഷേധികൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് 25-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത് എന്നുള്ള ആ വിഷയം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിവെക്കുക. ബാക്കിയുള്ള 6 ആളുകളുടെ പ്രായം നമ്മൾ പരിശോധിക്കണം. ബാക്കിയുള്ള 6കളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 2-ാമത്തെ വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. 2630 ഹദീസുകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ആ ഒരു ചെറിയ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെയാണെന്നറിയോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ബാപ്പ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മക്കയിൽ പോയിട്ട് ആളുകളോട് ചോദിച്ച്, ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മക്കയിൽ പോയിട്ട് ആളുകളോട് ചോദിച്ചു, ദ്രുതഗതിയിൽ വാർത്ത പരത്തുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ ആരാണെന്നാണ്. ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒരു വാർത്ത പരത്താൻ കഴിവുള്ള ആൾ മക്കയിൽ ആരാണ് എന്നാണ് അന്വേഷിച്ചത് എന്ന്. ജമീൽ ഇബ്നു മഅ്മർ അൽ ജുമഹി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് മക്കക്കാർ പറഞ്ഞു. ജമീലാണ് എന്ന് കേട്ടപ്പോൾ നേരെ ഉമർ റളിയല്ലാഹു അൻഹു ജമീലിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഉമർ ഇതാ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ആ കാര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് എൻ്റെ ബാപ്പ ഇവിടെ കയ്യും പിടിച്ചുകൊണ്ട് ആ ജമീലിനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ബാപ്പാൻ്റെ കൂടെ ഞാൻ പോയിരുന്നു എന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് ജമീൽ ഇബ്നു അമ്മർ എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തത്? എല്ലാ ആളുകളോടും ഇതാ മുഹമ്മദ് വഴിതെറ്റിപ്പോയി, ഉമർ വഴിതെറ്റിപ്പോയി, മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാർത്ത മക്കക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ പ്രചരിക്കാൻ കാരണമുണ്ടായി. പക്ഷെ ആലോചിച്ച് നോക്കി, ആ പ്രായം ചെറിയ കുട്ടിയായിരിക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പാൻ്റെ കൂടെ ആ കയ്യും പിടിച്ചുകൊണ്ട് ഇസ്ലാമികപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കയറി ചെന്ന് അതിൽ ഇടപെടാനൊക്കെ അതിൽ ഭാഗമാകാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ ആൾ നോക്കിയേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 2286 ഹദീസുകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10 വയസ്സുള്ള മദീനക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഉമ്മ 10 വയസ്സുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുക.
ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യും പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. ആ 10ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ വിഷയത്തെക്കുറിച്ച് പഠിക്കില്ല. എവിടെ? മദീനയിൽ വെച്ചുകൊണ്ടാണ് 10ാമത്തെ വയസ്സിൽ. ഇനി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 4ാമത്തെ താരം ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 2210 ഹദീസുകളാണ്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും ഒന്നാമതായിട്ട് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വരാറെന്താ? ആ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു, 6ാമത്തെ വയസ്സിൽ വിവാഹം, 9ാമത്തെ വയസ്സിൽ നബിയുടെ കൂടെ താമസം എന്നൊക്കെ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റുമൊക്കെ 17ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി വെച്ചതായത്. ഓറിയൻ്റലിസ്റ്റുകളും ക്രൈസ്തവ മിഷണറിമാർ അതിനു മുമ്പൊന്നും ഇത്തരം വിഷയങ്ങളിലുള്ള ആക്ഷേപങ്ങൾ ഒരു വിഷയമായിട്ട് പർവ്വതീകരിക്കപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു സത്യവിശ്വാസിക്ക് എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന വികാരം എന്നാലോചിച്ച് നോക്കി. ദീനിൻ്റെ നാലിലൊന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന്. ഇസ്ലാം ദീനിൻ്റെ 4/1 സിംഹഭാഗം അത് പഠിപ്പിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ ഒറ്റക്കം കണ്ട് എടുക്കാൻ പറ്റൂല, വേറെ ചില സാക്ഷികളെ കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അവർക്കങ്ങനെ പറയാനും അങ്ങനെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ കാണാം. എന്താണെന്നറിയോ? എൻ്റെ സാന്നിധ്യത്തിലല്ലാതെ സൂറത്തുൽ ബഖറയും സൂറത്തുൻ നിസാവും അവതരിപ്പിച്ചിട്ടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകുന്ന സൂറത്തുൽ ബഖറയും സൂറത്തുൻ നിസാവും രണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് അഹ്കാമുകൾ പഠിപ്പിക്കുന്ന വലിയ 2 അധ്യായങ്ങളാണ്. ആ 2 അധ്യായങ്ങളും എൻ്റെ സാന്നിധ്യത്തിലല്ലാതെ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓരോ ആളുകൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് വരും. അവരോരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ആ ചോദിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ മറുപടി പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ പടിക്ക പോയിട്ട് വാതിലിൻ്റെ അടുത്ത് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ ഇതും കാണാം. എന്തിനു വേണ്ടിയിട്ടാ? എനിക്കറിയില്ലാത്ത ചില വിഷയങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് കേട്ടിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രമാത്രം ഇൽമുള്ള വനിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതും മനസ്സിലാക്കണം, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് 9ാമത്തെ വയസ്സിലാണ് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 1660 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ 3 കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിൻ്റെ 3 കൊല്ലം മുമ്പാണ് ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായമെന്ന് പറയുന്നത് 13 വയസ്സാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ പിന്നെ അടുത്തത് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്. 1540 ഹദീസുകളാണ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ഹിജ്റ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 16 വയസ്സാണ് എന്നുള്ളത്. കുട്ടിക്കാലത്ത് 16 വയസ്സുള്ളപ്പോഴാണ് ഹിജ്റ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പ്രായം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 7ാമത്തത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. 1170 ഹദീസുകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ 13 വയസ്സാണ് പ്രായമെന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സഹാബി. ഞാനിത് പറഞ്ഞത് ഇവരൊക്കെ സ്വന്തമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പോയി എത്തിപ്പെട്ട ആളുകളല്ല. നേരെ മറിച്ച് അവരുടെ മാതാപിതാക്കൾ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി, ദീന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി. അതിൻ്റെ റിസൾട്ട് ഉണ്ടായതെന്താ? പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ആ ഇസ്ലാമിനെ ശരിയായ രൂപത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്ന്. സഹോദരങ്ങളെ, ഇന്ന് ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ, ആ വക വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത്തരം വേദികളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? എന്തൊക്കെ പ്രോഗ്രാമുകൾ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്? അതായത് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ആ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ ശനിയാഴ്ച ദിവസവും 2:30 QHLSയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. ബഹുമാനനായ നമ്മുടെ ഉസ്താദ് അത് എടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് ആ ക്ലാസ്സിലിരുത്തി ആ ക്ലാസ്സിലൂടെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് എന്നിട്ട് അവരിലൂടെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു താല്പര്യം ജനിച്ചാൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുള്ളൂ.
അതുകൊണ്ട് അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ CRE ക്ലാസ് നടക്കുന്നുണ്ട്. CRE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന്. അതായത് സ്ഥിരമായിട്ട് നമ്മളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംരംഭമാണ്. അവരെയൊക്കെ ഈ ദീൻ പഠിച്ചുകൊണ്ട് വേണം നമ്മുടെ ക്യാമ്പസുകളിലേക്കും നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതേപോലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിൽ മദ്രസ സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ മദ്രസകളിലേക്ക് നമ്മുടെ കുട്ടികളെ അടുപ്പിക്കാൻ, അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളെ കൊണ്ടുവരാൻ അവിടെയൊക്കെ നമുക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സ്വഹാബികൾ ആ ചെറിയ കുട്ടികളെ, ഞാൻ പറഞ്ഞ 6 വയസ്സ് മുതൽ 15 വയസ്സും 16 വയസ്സും വരെയുള്ള കുട്ടികളെയൊക്കെ പ്രവാചകന്റെ അടുക്കിലേക്ക് കൊണ്ടാക്കിയത് കൊണ്ടാണ് അവർ വലിയ പണ്ഡിതന്മാരായിട്ട് ഭാവി വാഗ്ദാനങ്ങളായിട്ട് അവർ മാറിയത്. എങ്കിൽ നമ്മളുടെ കുട്ടികളൊക്കെ ആ രൂപത്തിൽ വളർന്നു വരണമെങ്കിൽ നമ്മളുടെ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ നമ്മൾ എടുക്കണം. അത് ആ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവന്ന് ഇത്തരം സദസ്സുകളിലൊക്കെ ഇരുത്താൻ നമുക്ക് സാധിക്കണമെന്ന. എങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയുന്നത്, ദീൻ പഠിച്ചുകൊണ്ട് വേണം അവരെ മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ നാളെ സ്വർഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ദീനീ സദസ്സുകളിൽ, ഇസ്ലാമികമായിട്ടുള്ള സദസ്സുകളിൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ അതൊരു വിഖായത്ത് തന്നെയാണ്, അതൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും. അതുപോലെ തന്നെ ആ ചുറ്റുഭാഗങ്ങളിലുള്ള തിന്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ അവരെ ഒരു പരിധിവരെ തടയിടാനും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധിക്കും. അതിനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള ഒരു തൗഫീഖും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കൺകുളിർമയുള്ള കാഴ്ചകൾ ഈ പ്രദേശത്തും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുമൊക്കെ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.